ഹായ് ഓൾ. അപ്പൊ ഇന്ന് നമ്മൾ LSTS പ്രിലിംസിന്റെ കേരളം എന്നുള്ള ഭാഗത്ത് കലകളെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കലകളെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ചിത്രകലകളെ കുറിച്ചാണ് അന്ന് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. അപ്പൊ ചിത്രകലകളെ, ചുവർ ചിത്രകലകളെ, അതുപോലെ കാർട്ടൂണുമായിട്ട് ബന്ധപ്പെട്ട ചില കാർട്ടൂണിസ്റ്റുകൾ പ്രധാനപ്പെട്ട അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദെൻ നമ്മൾ ദൃശ്യകലയിലെ കുറിച്ചും ജസ്റ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ദൃശ്യകലകളായ കൃഷ്ണനാട്ടം, രാമനാട്ടം, അതുപോലെ പ്രധാനപ്പെട്ട ദൃശ്യകലയായ കഥകളി, ഇതിനെ കുറിച്ചൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. അപ്പൊ കഥകളി കഴിഞ്ഞ ക്ലാസ്സിൽ മുഴുവനായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. അപ്പൊ ബാക്കി ഈ ക്ലാസ്സിൽ എടുക്കാന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ കഥകളിയുടെ കുറച്ച് കഥകളെ കുറിച്ചുള്ള കാര്യങ്ങളും അതുപോലെ കലയുമായി ബന്ധപ്പെട്ട മറ്റു ചില കാര്യങ്ങളൊക്കെയാണ്, പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഇതിൽ പലതും പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നന്നായിട്ട് ക്ലാസ് ശ്രദ്ധിക്കാം. ഓക്കെ. ദെൻ കലകൾ, കേരളത്തിലെ കലകളെ കുറിച്ച് പറയുമ്പം നമ്മൾ പറഞ്ഞു ഒരു കഥകളി എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ അതില് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ കഥകളിയുടെ രാജാവ് അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കല എന്നറിയപ്പെടുന്ന കലയാണ് എന്ത്, കഥകളി എന്ന് പറയുന്നത്. അപ്പൊ കഥകളിക്ക് ചില പ്രത്യേക വേഷമുണ്ട് അല്ലെ. നമ്മൾ കഥകളിയുടെ ഫോട്ടോസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും. അപ്പൊ അതില് പലതരത്തിലുള്ള വേഷങ്ങളുണ്ട്. കഥകളിയില് പല വിധത്തിലുള്ള വേഷങ്ങളുണ്ട്. ഇപ്പൊ കഥകളി നമ്മൾ പറഞ്ഞു അതിന്റെ സാഹിത്യ രൂപമാണ് എന്ത്, ആട്ടക്കഥ എന്ന് പറയുന്നത്. അപ്പൊ വിവിധ ആട്ടക്കഥകളുണ്ട്. ഈ ആട്ടക്കഥകൾ അടിസ്ഥാനമാക്കിയിട്ടാണ്, അതിന്റെ കഥയെ അടിസ്ഥാനമാക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ കഥകളി എന്ന കലാരൂപം നടത്തുന്നത്. കഥകളിയിൽ അവതരിപ്പിക്കുന്നത് ഈ ആട്ടക്കഥകളാണ്. ഓക്കെ. അപ്പൊ ഈ ആട്ടക്കഥകളിലെ ഓരോ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ച് വിവിധ രീതിയിലുള്ള വേഷങ്ങളുണ്ട്. അപ്പൊ അതിലെ പ്രധാനപ്പെട്ട ഒരു വേഷമാണ്, ആദ്യത്തെ വേഷമാണ് പച്ചവേഷം എന്ന് പറയുന്നത്. പച്ച വേഷം. അപ്പൊ കഥകളിയിലെ ഒന്നാമത്തെ വേഷം എന്താണ്, പച്ചവേഷം. അപ്പൊ പച്ചവേഷത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ സദ്ഗുണ കഥാപാത്രങ്ങൾ, സദ്ഗുണ കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്ന വേഷമാണ് പച്ചവേഷം എന്ന് പറയുന്നത്. എന്താണ് സദ്ഗുണ കഥാപാത്രങ്ങൾ എന്ന് പറഞ്ഞാല്? അതായത് നല്ല സൽസ്വഭാവികളായ, നല്ല സ്വഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് പച്ചവേഷം കൊടുക്കും. ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ശ്രീകൃഷ്ണന്, കർണന്, ഇതൊക്കെ സദ്ഗുണ കഥാപാത്രങ്ങളാണ്. അപ്പോ ഒരു കഥകളിയിൽ ഇവരുടെ കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ, ഇവരെ ബേസ് ചെയ്തിട്ടുള്ള ആട്ടകഥകളാണ് അവതരിപ്പിക്കുന്നതെങ്കിൽ ആ കഥകളിയുടെ വേഷം എന്തായിരിക്കും, പച്ചവേഷമായിരിക്കും. അപ്പൊ പച്ചവേഷം എന്താണ്, സദ്ഗുണ കഥാപാത്രങ്ങൾ. അടുത്ത ഒരു വേഷമാണ് കഥകളിയിലെ എന്ന് പറയുന്നത്. കഥകളിയിലെ അടുത്ത വേഷമാണ് കത്തിവേഷം. അപ്പൊ വേഷമുണ്ട് നെടുങ്കത്തി, കുറുങ്കത്തി. നെടുങ്കത്തി ഉണ്ട്, കറുങ്കത്തിയും ഉണ്ട്. അപ്പൊ ഈ നെടുങ്കത്തി, കറുങ്കത്തി പോലുള്ള കത്തിവേഷങ്ങൾ കൊടുക്കുന്നത്, ആ രണ്ട് വേഷങ്ങളും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഈ വേഷങ്ങൾ അവസാനം ഇത് കഴിഞ്ഞിട്ട്, വേഷങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോസ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ അത് ഒന്നുകൂടെ മനസ്സിലാവും. അപ്പൊ ഈ പ്രതിനായകരായിട്ടുള്ള, ഇപ്പൊ എന്താണ്, നമ്മളൊരു ഫിലിം കാണുകയാണെങ്കിൽ അതിൽ ഒരു ഹീറോയും ഉണ്ടാവും, അതേപോലെ വില്ലനും ഉണ്ടാവും അല്ലെ. അതേ രീതിയിൽ സദ്ഗുണ കഥാപാത്രങ്ങൾക്കാണ് പച്ചവേഷം കൊടുക്കുക. അപ്പൊ ഈ വില്ലൻ എന്ന് പറയുന്നുണ്ടാവുമല്ലോ, അതായത് പ്രതിനായകന്, ചീത്ത സ്വഭാവമുള്ള ആൾക്കാർ, സ്വഭാവമുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന വേഷമാണ് കത്തിവേഷം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ കത്തിവേഷം രണ്ട് തരത്തിലുണ്ട്, നെടുങ്കത്തി അതുപോലെ കറുങ്കത്തി. നെടുങ്കത്തിയും കറുങ്കത്തിയാണ് രണ്ട് തരത്തിലുള്ള കത്തിവേഷങ്ങള്. ഇപ്പൊ പ്രതിനായകർക്ക് കൊടുക്കുന്ന വേഷമാണ് എന്ത്, കത്തിവേഷം എന്ന് പറയുന്നത്. അപ്പൊ അതിന് എക്സാമ്പിൾ ആണ് രാവണന്, ദുര്യോധനന്, നരകാസുരനൊക്കെ പ്രതിവേഷങ്ങളാണ്, പ്രതിനായകരാണ്. അപ്പൊ ഇവർക്ക് കൊടുക്കുന്ന കത്തിവേഷം, അവർക്ക് കൊടുക്കുന്ന വേഷമാണ് കത്തിവേഷം. അപ്പൊ കത്തിവേഷം രാവണൻ, ദുര്യോധനൻ, നരകാസുരനൊക്കെ കത്തിവേഷത്തിലാണ് വരുന്നത്. ഓക്കെ. കഥകളിയിൽ വരുന്ന മറ്റൊരു വേഷമാണ് മിനുക്ക് വേഷം എന്ന് പറയുന്നത്. മിനുക്ക് വേഷം എന്ന് പറയുമ്പോൾ പെട്ടെന്ന് അണിയാൻ കഴിയുന്ന ഒരു വേഷമാണ്. കഥയിലെ നായികക്ക് കൊടുക്കുന്ന വേഷം. കഥയിലെ നായികക്ക് കൊടുക്കുന്ന വേഷമാണ് മിനുക്ക് വേഷം എന്ന് പറയുന്നത്. നായിക എന്ന് പറയുമ്പോൾ സ്ത്രീകൾ അല്ലെ, അതായത് സ്ത്രീകള്, പിന്നെ സ്ത്രീകളെ കൂടാതെ ബ്രാഹ്മണര്, മുനിമാര് ഇവർക്കും എന്ത് ചെയ്യാറുണ്ട്, ഈ കത്തിവേഷം കൊടുക്കാറുണ്ട്. അപ്പൊ കത്തിവേഷം അല്ല, മിനുക്ക് വേഷം കൊടുക്കാറുണ്ട്. അപ്പൊ മിനുക്ക് വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായികാ വേഷമാണ്
കഥകളിയിലെ നായിക ഉണ്ടെങ്കിൽ, അതായത് സ്ത്രീകൾ ഉണ്ടെങ്കിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന വേഷമാണ് മിനുക്ക് വേഷം. അതുപോലെ ബ്രാഹ്മണർക്കും മുനിമാർക്കും മിനുക്ക് വേഷം കൊടുക്കാറുണ്ട്. പെട്ടെന്ന് അണിയാൻ കഴിയുന്ന ഒരു വേഷമാണ് മിനുക്ക് വേഷം എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ 3 വേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. പച്ചവേഷം സദ്ഗുണരായിട്ടുള്ള ആൾക്കാർക്ക്, സദ്ഗുണ നായകർക്ക്, പ്രതിനായകർക്ക് കൊടുക്കുന്നത് കത്തിവേഷം. കത്തിവേഷത്തിൽ തന്നെ കറുങ്കത്തിയുമുണ്ട്, നെടുങ്കത്തിയുമുണ്ട്. ദെൻ മൂന്നാമത്തേത് മിനുക്ക് വേഷം, സ്ത്രീകൾക്ക് കൊടുക്കുന്ന വേഷം. ഓക്കെ, ഇപ്പൊ ദ്രൗപദി പോലുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ മിനുക്ക് വേഷമാണ് കൊടുക്കാറ്. ദെൻ അടുത്തൊരു വേഷമാണ് താടി വേഷം. താടി വേഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകളിയിൽ താടി വെക്കുന്നത്, ആ വേഷത്തിന്റെ കൂടെ താടി വെക്കുന്നത്. അപ്പൊ 3 തരത്തിലുള്ള താടികളുണ്ട്. ഇതാണ് വെള്ള നിറത്തിലുള്ള താടിയുണ്ട്, ചുവന്ന നിറത്തിലുള്ള താടിയുണ്ട്, കറുത്ത നിറത്തിലുള്ള താടിയുണ്ട്. അപ്പൊ ഇതൊക്കെ ഓരോ കഥാപാത്രങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് ഈ താടിയുടെ നിറമൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ ഹനുമാൻ, നന്ദികേശൻ തുടങ്ങിയ കഥാപാത്രങ്ങൾക്ക് വെള്ള താടിയാണ് കൊടുക്കുന്നത്. അതേസമയം ദുശാസനൻ പോലുള്ള കഥാപാത്രങ്ങൾക്ക് ചുവന്ന താടിയാണ് കൊടുക്കുന്നത്. ദുഷ്ട കഥാപാത്രങ്ങൾക്ക് കൊടുക്കുന്നതാണ് കറുത്ത താടി. ഇപ്പൊ ഈ കറുത്ത നിറം ഒക്കെ എന്താണ്, ചീത്ത സ്വഭാവം അല്ലെങ്കിൽ ദുഷ്ടരായിട്ടുള്ള ആൾക്കാര്, അവരെയാണ് അത് സൂചിപ്പിക്കുന്നത്. അപ്പൊ കറുത്ത താടി അല്ലെങ്കിൽ കറുത്ത വേഷമൊക്കെ ദുഷ്ട കഥാപാത്രങ്ങൾക്ക് ഒക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ ഓർത്തു വെക്കാം. ഓക്കെ, അപ്പൊ കഥകളിയുടെ 4 വേഷങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഒന്ന് പച്ചവേഷം. പച്ചവേഷം എന്ന് പറയുന്ന സദ്ഗുണ കഥാപാത്രങ്ങളായിട്ടുള്ള ശ്രീകൃഷ്ണൻ, കർണൻ പോലുള്ളവർക്ക് കൊടുക്കുന്ന വേഷമാണ്. അടുത്തത് കത്തിവേഷം. കത്തിവേഷം നെടുങ്കത്തി, കറുങ്കത്തി ഉണ്ട്. പ്രതിനായകർക്ക് കൊടുക്കുന്നതാണ്. രാവണൻ, ദുര്യോധനൻ, നരകാസുരനൊക്കെ കത്തിവേഷമാണ് കൊടുക്കുന്നത്. ദെൻ കഥകളിയിലെ സ്ത്രീകൾക്ക്, ദ്രൗപദി പോലുള്ള സ്ത്രീകൾക്ക്, ബ്രാഹ്മണർക്ക്, മുനിമാർക്ക് കൊടുക്കുന്ന വേഷമാണ് മിനുക്ക് വേഷം. ഓക്കെ, ദെൻ താടി വേഷം എന്ന് പറയുന്നത് വെള്ളത്താടി വേഷമുണ്ട്, ചുവന്ന താടി വേഷമുണ്ട്, കറുത്ത താടിയുണ്ട്. വെള്ളത്താടി ഹനുമാന്, നന്ദികേശനാണ്. ചുവന്ന താടി ദുശാസനൻ, കറുത്ത താടി ദുഷ്ട കഥാപാത്രങ്ങൾക്ക്. ദെൻ അടുത്തൊരു വേഷമാണ് കരിവേഷം എന്ന് പറയുന്നത്. കരിവേഷം അല്ലെങ്കിൽ കറുത്ത വേഷം. ഇതാർക്കാണ് കൊടുക്കുന്നത്? വനചാരികളായിട്ടുള്ള കാട്ടാളൻ പോലുള്ള, കാട്ടാളനൊരു ഉദാഹരണമാണ്. വനചാരികളായിട്ടുള്ള ആൾക്കാർക്ക്, വനത്തിൽ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ കൊടുക്കുന്ന വേഷമാണ് കരിവേഷം എന്ന് പറയുന്നത്. ഓക്കെ, കാട്ടാളൻ ഒരു ഉദാഹരണമാണ് കാട്ടാളൻ എന്ന കഥാപാത്രം. ആ കഥാപാത്രത്തിന് ഏത് വേഷം കൊടുക്കുക? കരിവേഷം. ഓക്കെ, ദെൻ അടുത്തൊരു വേഷമാണ് പഴുപ്പ് വേഷം. പഴുപ്പ് വേഷം മഞ്ഞ നിറത്തിൽ, അതായത് മുഖത്തൊക്കെ മഞ്ഞ പെയിന്റ് അടിക്കുന്ന, മഞ്ഞ നിറം അടിക്കുന്ന വേഷമാണ് പഴുപ്പ് വേഷം എന്ന് പറയുന്നത്. അപ്പൊ പഴുപ്പ് വേഷം ദേവ കഥാപാത്രങ്ങൾക്ക്, അതായത് ശിവന്, ബ്രഹ്മാവ് പോലെയുള്ള ദേവ കഥാപാത്രങ്ങൾക്കാണ് പഴുപ്പ് വേഷം കൊടുക്കുന്നത്. ദേവ കഥാപാത്രങ്ങൾക്ക് പഴുപ്പ് വേഷമാണ് കൊടുക്കുക. ശിവന്, ബ്രഹ്മാവ് പോലെയുള്ള ദേവ കഥാപാത്രങ്ങൾക്ക്. ദുഷ്ടരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്നത് ഏതാണ്? പ്രതിനായകർക്ക് കൊടുക്കുന്നത് കത്തി വേഷമാണ്. ഓക്കെ, അപ്പൊ ഓരോ വേഷങ്ങള് ഏതൊക്കെ കഥാപാത്രങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഓർത്തു വെക്കുക. അപ്പൊ ഇത്രയും 6 വിധത്തിലുള്ള വേഷങ്ങളാണുള്ളത്. ഒന്നാമത്തേത് പച്ചവേഷം, രണ്ടാമത്തേത് കത്തിവേഷം, മൂന്നാമത്തേത് ഏതായിരുന്നു? മിനുക്ക് വേഷം, 4 താടി വേഷം, 5 കരിവേഷം, 6 പഴുപ്പ് വേഷം. ഇനി ഈ വേഷങ്ങളുടെയൊക്കെ ഫോട്ടോ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി മനസ്സിലായിക്കോളും. അപ്പൊ ഈ ഫോട്ടോ കാണുന്നുണ്ടോ? അപ്പൊ ഇതിൽ മുഖത്ത് ഏത് കളറുള്ള പെയിന്റ് ആണ്? പച്ച പെയിന്റ് ആണ് അല്ലെ? അപ്പൊ ഇതാണ് പച്ചവേഷം എന്ന് പറയുന്നത്. അതായത് സദ്ഗുണരായിട്ടുള്ള കഥാപാത്രങ്ങൾ കൊടുക്കുന്ന വേഷമാണ് പച്ചവേഷം എന്ന് പറയുന്നത്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ശ്രീകൃഷ്ണന്, കർണന് ഒക്കെ ഉള്ള കഥാപാത്രങ്ങൾക്ക് ഇതുപോലെയുള്ള വേഷമായിരിക്കും, പച്ച നിറമായിരിക്കും മുഖത്തടിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ദെൻ അടുത്തത്, ഇതും ഒരു പച്ചവേഷമാണ്, പച്ച നിറാണ് മുഖത്ത് പെയിന്റ് അടിച്ചിട്ടുള്ളത്. പക്ഷെ ഇതെന്താണ്? ഒരു കത്തി വേഷമാണ്. അപ്പൊ നേരത്തെ നമ്മൾ കാണിച്ച പച്ചവേഷവും ഇതും തമ്മിലുള്ള മാറ്റം ശ്രദ്ധിച്ചു നോക്കുക. അതായത് നമ്മുടെ കവിൾത്തടത്തിന്റെ താഴെ, അതുപോലെ കൺപോളയുടെ മുകളിലായിട്ട് ഒരു ചുവപ്പ് നിറത്തിൽ വളഞ്ഞ ഒരു കത്തി പോലെയുള്ള ഒരു പെയിന്റിങ് കാണുന്നുണ്ടാവും. ഇതാണ് കത്തിവേഷം എന്ന് പറയുന്നത്. ഇതിൽ അങ്ങനെ ഉണ്ടാവും? ഇല്ലല്ലോ. അപ്പൊ ഇതും തമ്മിലുള്ള മാറ്റം അതാണ്. ഇത് കത്തിവേഷമാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ഭാഗത്ത് പോയിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഈ ഒരു ഭാഗത്ത് കാണുന്നില്ലേ, ഈ ഒരു കത്തി വളഞ്ഞ് നിൽക്കുന്ന പോലെയുള്ള ഈ ഒരു പെയിന്റിങ്, അതുപോലെ നെറ്റിയുടെ
സെന്ററിലായിട്ട് ഒരു ചുവപ്പ് നിറത്തിലുള്ള പെയിന്റിങ്, അതാണ് കത്തിവേഷത്തെ സൂചിപ്പിക്കുന്ന പെയിന്റിങ്. ഓക്കെ, അടുത്തത് ഈ ഒരു വേഷം, ഇത് ഏതായിരിക്കും? കറുത്ത നിറത്തിലുള്ള വേഷം. ഇതാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ, സോറി, ഇത് കറുത്ത താടിയാണ് കേട്ടോ. ഇതിൽ ഉദ്ദേശിച്ചത് താടി വേഷാണ്, അല്ലെങ്കിൽ കാട്ടാളന്റെ കഥാപാത്രമാണത്. ഓക്കെ, വനചാരികളായ ആൾക്കാർക്കാണ് കരിവേഷം കൊടുക്കുന്നത്. കറുത്ത വേഷമാണ് കരിവേഷം എന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ ഇതില് മൊത്തത്തിൽ കറുത്ത പെയിന്റ് അല്ല അടിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് കരിവേഷത്തിന്റെ ഉദാഹരണമാണ്. ഇനി ഇത് ഏതായിരിക്കും? സ്ത്രീകൾ ഏതിലാണ് നമ്മൾ പറഞ്ഞത്? സ്ത്രീകൾക്ക് മിനുക്ക് വേഷമാണ് അല്ലെ പറഞ്ഞത്. സ്ത്രീകൾക്ക് മാത്രമല്ല, സ്ത്രീകള്, ബ്രാഹ്മണര്, മുനിമാരൊക്കെ ഈ ഒരു മിനുക്ക് വേഷത്തിലാണ് വരുന്നത്. അപ്പൊ മിനുക്ക് വേഷത്തിൽ മുഖത്ത് ഇളം മഞ്ഞ നിറത്തിലുള്ള ഒരു മേക്കപ്പ് ഇട്ടതുപോലെയുള്ള മഞ്ഞ നിറമല്ല, പഴുപ്പ് വേഷത്തിന്റെ നല്ല മഞ്ഞ നിറമായിരിക്കും ഉണ്ടാവുക. ഇത് ഒരു ഇളം മഞ്ഞ നിറത്തിലുള്ള പെയിന്റിംഗ് ആണ് മുഖത്ത് കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ്. എല്ലാത്തിന്റെ ഫോട്ടോ ഇല്ല, ഏകദേശം ഉള്ളതൊക്കെ നിങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പച്ചവേഷം കത്തിവേഷം തമ്മിലുള്ള മാറ്റം, മിനുക്ക് വേഷം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും ആണ് വേഷങ്ങളെ കുറിച്ച് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് കഥകളിയിൽ തന്നെ ചടങ്ങുകളെ കുറിച്ചിട്ടാണ്. അപ്പൊ കഥകളിയിൽ ഒരു പ്രധാന ഭാഗമാണ് ചടങ്ങുകൾ എന്ന് പറയുന്നത്. വിവിധ തരത്തിലുള്ള ചടങ്ങുകളുണ്ട്. ചടങ്ങുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് കഥകളിയുടെ ഓരോ ഭാഗങ്ങളാണ്. ഓക്കെ, അതായത് കഥകളിക്ക് ഒരുപാട് ഭാഗങ്ങളുണ്ട്. അതിനെയാണ് നമ്മൾ എന്താ പറയാ? ചടങ്ങുകൾ എന്ന് പറയാം. അപ്പൊ ഒന്നാമത്തെ ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. ഒന്നാമത്തെ ചടങ്ങാണ് എന്ത്? കഥകളിയിലെ കേളികൊട്ട്. കേളികൊട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഇന്നിപ്പോ ഇവിടെ ഒരു ക്ഷേത്രത്തിൽ കഥകളി ഉണ്ടെന്ന് വിചാരിക്കാം, അടുത്തൊരു ക്ഷേത്രത്തിൽ. അപ്പൊ അവിടെ കഥകളി ഉണ്ട് എന്ന് അറിയിക്കുക, ജനങ്ങളെ അറിയിക്കണമല്ലോ ഇവിടെ കഥകളി ഉണ്ട്, അപ്പോഴല്ലേ ആൾക്കാർ കാണാൻ വരുള്ളൂ. അപ്പൊ കഥകളി ഉണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് എന്ത്? കേളികൊട്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇത് കഥകളിക്ക് മുമ്പായിട്ടായിരിക്കും ഉണ്ടാവുക അല്ലെ? കഥകളി തുടങ്ങുന്നതിന് മുമ്പ് അറിയിക്കണ്ടേ ആളുകളെ കഥകളി തുടങ്ങുന്നുണ്ട് എന്ന് അറിയിക്കുന്ന ചടങ്ങാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. ഓക്കെ, കേളികൊട്ട്, കേളി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കഥകളി തുടങ്ങുന്നതിന് മുമ്പ് കഥകളി ഉണ്ട് എന്നുള്ള അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇത് പ്രധാനമായിട്ടും സന്ധ്യക്ക് മുമ്പായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അറിയിപ്പ് കൊടുക്കുന്നത്. കേളികൊട്ട് എന്ന ചടങ്ങ് സന്ധ്യക്ക് മുമ്പായിട്ടാണ് ഉണ്ടാവുക. കഥകളിയെ കുറിച്ചുള്ള അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് കേളികൊട്ട്. ഓക്കെ, ദെൻ അടുത്തത് അരങ്ങ് കേളി. അടുത്ത ചടങ്ങാണ്, രണ്ടാമത്തെ ചടങ്ങാണ് അരങ്ങ് കേളി. അതായത് അരങ്ങിൽ നടക്കുന്ന, അരങ്ങ് മീൻസ് കഥകളി നടക്കുന്ന ആ ഒരു സ്റ്റേജ്, അതിനെ നമ്മൾ അരങ്ങ് എന്ന് പറയാം അല്ലെ? അരങ്ങിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങ്. അപ്പൊ കേളികൊട്ട് എന്ന് പറഞ്ഞ അറിയിപ്പ് കൊടുക്കുകയാണ്, അത് പുറത്തുനിന്നാണ് നടക്കുക. കഥകളി നടക്കുന്ന സ്റ്റേജിൽ നിന്നല്ല, അതിന്റെ ഭാഗമായിട്ട് പുറത്ത് നടക്കുന്ന ഒന്നാണ് കേളികൊട്ട് എന്ന് പറയുന്നത്. ഈ അരങ്ങിൽ, സ്റ്റേജിൽ നടക്കുന്ന ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് അരങ്ങ് കേളിയാണ്. അപ്പൊ അരങ്ങ് കേളി എന്താണ്? കഥകളി തുടങ്ങുന്നു, അല്ലെങ്കിൽ കഥകളി തുടങ്ങി, അതിന്റെ ആ ഒരു തുടക്കം ഉണ്ടല്ലോ കഥകളിയുടെ, അതാണ് അരങ്ങ് കേളി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കൊട്ട് കേളി കൊട്ട്, ഒന്നാമത്തെ ചടങ്ങ്. അത് കഥകളി ഉണ്ട് എന്ന് അറിയിപ്പ് കൊടുക്കുകയാണ്. അതെന്തല്ല, അരങ്ങിലല്ല, സ്റ്റേജിലല്ല നടക്കുക, അത് പുറത്തുനിന്നാണ് ഈ ഒരു കേളികൊട്ട് ഉണ്ടാവുക. അരങ്ങ് കേളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരങ്ങിൽ നടക്കുന്ന ചടങ്ങാണ്. അതായത് കഥകളി നടക്കുമ്പോൾ കഥകളിയുടെ കൂടെ കഥകളിയുടെ തുടക്കം എന്താണ്? ഈ അരങ്ങ് കേളിയാണ്. കഥകളി തുടങ്ങി അല്ലെങ്കിൽ തുടങ്ങാൻ പോവുകയാണ് എന്ന് സദസ്സിലുള്ളവരെയൊക്കെ അറിയിക്കുന്ന ചടങ്ങാണ് എന്ത്? അരങ്ങ് കേളി. അരങ്ങ് കേളി. ഓക്കെ, പിന്നെ അരങ്ങ് കേളിയുടെ മറ്റൊരു പേരാണ് ഗണപതിക്കൊട്ട്. ഗണപതിക്കൊട്ട് എന്നാണ് അരങ്ങ് കേളിയുടെ മറ്റൊരു പേര്. അപ്പൊ ആ ഒരു കൊട്ടിന് ഒരു പ്രത്യേക തരം കൊട്ടാണ് അരങ്ങ് കേളിയിലുള്ളത്. ആ ഒരു കൊട്ടിന് പറയുന്ന പേരാണ് എന്ത്? ഗണപതിക്കൊട്ട്. അരങ്ങ് കേളിയിലെ കൊട്ടാണ് ഗണപതിക്കൊട്ട്. പിന്നെ ഈ അരങ്ങ് കേളിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതില് ചെണ്ട ഉപയോഗിക്കില്ല. ഓക്കെ, ഇതിൽ ഉപയോഗിക്കാത്ത ഒരു വാദ്യ ഉപകരണമാണ് ചെണ്ട. ചെണ്ട എന്ന് പറഞ്ഞിട്ടുള്ള, കഥകളിയില് ചെണ്ട ഉപയോഗിക്കാറുണ്ട്, പക്ഷെ കഥകളിയിലെ അരങ്ങ് കേളി എന്ന ചടങ്ങിൽ എന്തുപയോഗിക്കില്ല? ചെണ്ട. ചെണ്ട എന്ന് പറയുന്നത് ഒരു അസുരവാദ്യമാണ്. അസുരവാദ്യമായിട്ടുള്ള ചെണ്ട എന്ത് ചെയ്യില്ല? അരങ്ങ് കേളിയിൽ ഉപയോഗിക്കാറില്ല. അതുപോലെ അടുത്തൊരു ചടങ്ങ് വരുന്നുണ്ട്, തോടയം. അതിലും എന്തില്ല? ചെണ്ട ഉപയോഗിക്കാറില്ല. ദെൻ പകരം ഇതിൽ എന്താ ഉപയോഗിക്കുക? അരങ്ങ് കേളിയിൽ കൂടുതൽ പ്രാധാന്യം ശുദ്ധമദ്ദളത്തിനാണ്. ഓക്കെ, മദ്ദളം രണ്ട് വിധത്തിലുണ്ട്. അതിൽ ശുദ്ധമദ്ദളം എന്ന ഇതൊരു ദേവവാദ്യമാണ്. ദേവവാദ്യമാണ് ശുദ്ധമദ്ദളം. ദേവവാദ്യമായിട്ടുള്ള ശുദ്ധമദ്ദളത്തിനാണ് എന്ത്? കൂടുതൽ പ്രാധാന്യം. അരങ്ങ് കേളിയിൽ കൂടുതൽ പ്രാധാന്യം ശുദ്ധമദ്ദളത്താണ്. ശുദ്ധമദ്ദളം ഉപയോഗിച്ചുകൊണ്ടുള്ള കൊട്ടുകളാണ് ഗണപതിക്കൊട്ടിൽ കൂടുതലായിട്ടും ഉണ്ടാവുക. ഓക്കെ,
ദെൻ ചെണ്ടയും ശുദ്ധമദ്ദളവും, ചെണ്ട എന്താണ് അസുരവാദ്യമാണ്, ദൈവവാദ്യമാണ് എന്ത് ശുദ്ധമദ്ദളം എന്ന് പറയുന്നത്. അപ്പൊ അരങ്ങുകിളിയിൽ അസുരവാദ്യമായിട്ടുള്ള ചെണ്ട ഉപയോഗിക്കാറില്ല, പകരം ദേവവാദ്യമായിട്ടുള്ള ശുദ്ധമദ്ദളത്തിനാണ് കൂടുതൽ പ്രാധാന്യമുള്ളത്. ഓക്കെ, ഇത്രയാണ് അരങ്ങിൽ കിളിയെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ കേളികൊട്ട് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് കഥകളി ഉണ്ട് എന്നുള്ള അറിയിപ്പ് കൊടുക്കുന്ന ചടങ്ങാണ്. അരങ്ങുകളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റേജിൽ നിന്ന് അറിയിക്കുകയാണ് ആളുകളെ കഥകളി തുടങ്ങി, അല്ലെങ്കിൽ കഥകളി തുടങ്ങുന്നു എന്നൊക്കെ ആൾക്കാരെ അറിയിക്കുന്ന ഗണപതി കൊട്ടോട് കൂടിയിട്ടുള്ള ഒരു ചടങ്ങാണ് അരങ്ങുകേളി എന്ന് പറയുന്നത്. ദെൻ ഇതിൽ ഉപയോഗിക്കാത്ത വാദ്യോപകരണം ചെണ്ടയും, ഇതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത് ശുദ്ധമദ്ദളത്തിനുമാണ്. ശുദ്ധമദ്ദളം ഒരു ദേവവാദ്യമാണ്. ഓക്കെ, ദെൻ അടുത്ത ഒരു ചടങ്ങാണ് നമ്മൾ പറഞ്ഞു തോടയം. അടുത്ത ചടങ്ങിന്റെ പേരാണ് എന്ത് തോടയം. അപ്പൊ തോടയത്തിലും എന്ത് ചെയ്യാറില്ല, ചെണ്ട ഉപയോഗിക്കാറില്ല. തോടയത്തിലും അരങ്ങുകേളിയിലും ചെണ്ട ഉപയോഗിക്കുന്നില്ല. ഓക്കെ, ദെൻ തോടയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് ഇത് കഴിഞ്ഞ് അരങ്ങുകേളി കഴിഞ്ഞു കേട്ടോ, ആൾക്കാരെ കഥകളി തുടങ്ങുകയാണെന്നൊക്കെ അറിയിച്ചു. ഇനി കഥകളി തുടങ്ങണല്ലോ. അപ്പൊ തുടങ്ങുമ്പോ ആദ്യമായിട്ട് നമ്മൾ എന്താണ് എന്തൊരു പരിപാടി നടത്തണമെങ്കിലും ആദ്യം ഉണ്ടാവും നമ്മുടെ സദസ്സിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ ഇതൊരു ഈശ്വര പ്രാർത്ഥനയാണ്. തോടയം എന്ന് പറഞ്ഞ ചടങ്ങിൽ ഒരു ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ഇഷ്ടദേവതയെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് എന്ത് തോടയം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തില്ല എന്ന് പറഞ്ഞു, ചെണ്ട ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞു. ദെൻ ഈ ഒരു തോടയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് യവനികക്ക് പിറകിലൂടെ ആണ്, ഈ ഒരു പിറകിൽ വെച്ചാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഈശ്വര പ്രാർത്ഥന അല്ലെങ്കിൽ ഇഷ്ടദേവതാ പൂജ നടക്കുന്നത്. യവനിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിരശീല. അതായത് കഥകളി നടക്കുന്ന സദസ്സിലൊരു കർട്ടൻ ഉണ്ടാവുമല്ലോ സദസ്സിന്, അപ്പൊ അതിന്റെ പിന്നിൽ വെച്ച് ആളുകൾക്ക് കാണാൻ പറ്റില്ല. ഓക്കെ, സദസ്സിലുള്ളവർക്ക് ഈ ഒരു പൂജ അല്ലെങ്കിൽ ഈ ഒരു പ്രാർത്ഥന തോടയം എന്ന ചടങ്ങ് നമുക്ക് കാണാൻ കഴിയില്ല. അത് ആൾക്കാർ ഇങ്ങനെ അതിൽ കൂടെ കയറുന്നതും അതിന് വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ഇറങ്ങുന്നതും കാണാം. ഒരു കർട്ടന്റെ അല്ലെങ്കിൽ തിരശീലക്ക് പിറകിൽ നിന്നിട്ട് യവനികക്ക് പിറകിൽ നിന്നിട്ടാണ് ഈ തോടയം എന്ന ചടങ്ങ് നടക്കുന്നത്. ഈ ചടങ്ങ് എന്താണ്, ഒരു പ്രാർത്ഥനാ ചടങ്ങാണ് അല്ലെങ്കിൽ ഒരു ഇഷ്ടദേവത പൂജയാണ്. ഇതിൽ എന്തില്ല, ചെണ്ട ഉപയോഗിക്കുന്നില്ല. അരങ്ങുകേളിയിലും തോടയത്തിലും ചെണ്ട ഉപയോഗിക്കുന്നില്ല. ദെൻ അടുത്ത ഒരു ചടങ്ങാണ് വന്ദന ശ്ലോകം. വന്ദന ശ്ലോകം. അപ്പൊ വന്ദന ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാലാമത്തെ ചടങ്ങാണ് കേട്ടോ. ഒന്നാമത്തേത് കേളികൊട്ട്, രണ്ട് അരങ്ങുകേളി, മൂന്നാമത്തേത് തോടയം, നാലാമത്തേത് വന്ദന ശ്ലോകം. അപ്പൊ ഇതൊരു ശ്ലോകമാണ് അല്ലെ, വന്ദന ശ്ലോകം. ഇതൊരു ശ്ലോകമാണ്. ദെൻ തോടയത്തെ കുറിച്ച് നമ്മൾ എന്താ പറഞ്ഞത്, ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞത് പ്രാർത്ഥനയായിരുന്നു. ഈശ്വര പ്രാർത്ഥനയാണ് അല്ലെങ്കിൽ ഇഷ്ടദേവതയെ പൂജിക്കുന്ന പ്രാർത്ഥന. അത് തിരശീലക്ക് പിന്നിൽ നിന്നിട്ടാണ്. ദെൻ വന്ദന ശ്ലോകത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ദന ശ്ലോകം എന്ന് പറയുന്നത് എന്താണ്, ഒരു ഈശ്വര പ്രാർത്ഥന തന്നെയാണ്. അതൊരു സംഘമായിട്ടാണ് പാടുക. ഒരു ഗായക സംഘമായിരിക്കും ഈ ഒരു ഈശ്വര പ്രാർത്ഥന നയിക്കുന്നത്. ഗായക സംഘത്തിന്റെ ഈശ്വര പ്രാർത്ഥനയാണ് എന്ത് വന്ദന ശ്ലോകം എന്ന് പറയുന്നത്. ഇത് തിരശീലക്ക് പിന്നിൽ നിന്നൊന്നല്ല ഉണ്ടാവുക. ഇത് എന്താണ്, ഒരു ഗായക സംഘമാണ് പാടുക. ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം. ഇപ്പൊ 4 പറഞ്ഞു. ഓക്കെ, കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, അതുപോലെ വന്ദന ശ്ലോകം. ഇനി വന്ദന ശ്ലോകത്തിൽ പറഞ്ഞു ഒരു ഗായക സംഘമാണ് പാടുന്നതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതില് ഈ ഗായക സംഘത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഒന്നാം പാട്ടുകാരൻ, കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ എന്നറിയപ്പെടുന്ന ആളാണ് ആര്, പൊന്നാനി. ഒന്നാമത്തെ പാട്ടുകാരനെ വിളിക്കുന്ന പേരാണ് പൊന്നാനി. ഒരു പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലമൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പൊന്നാനി എന്ന് പറഞ്ഞ സ്ഥലപ്പേര് ആലോചിച്ച് വെച്ചാൽ മതി. കഥകളിയിലെ ഒന്നാം പാട്ടുകാരൻ നമ്മൾ എന്താ പറയാ, പൊന്നാനി. ഈ പൊന്നാനി എന്താണ്, എങ്ങനെയാണ് പാട്ട് പാടുന്നത്, ചേങ്ങല, ഒരു വാദ്യോപകരണമാണ് ചേങ്ങല. ഈ ചേങ്ങല തട്ടിയിട്ടാണ് പൊന്നാനി പാട്ട് പാടുന്നത്. ഓക്കെ, കഥകളിയിലെ ഒന്നാം പാട്ടുകാരനായ പൊന്നാനി ചേങ്ങല തട്ടി പാടുന്നു. ഓക്കെ, ദെൻ മറ്റുള്ള പാട്ടുകാർ, ഗായക സംഘത്തിലെ പൊന്നാനിയെ കൂടാതെ രണ്ടാം പാട്ടുകാരായിട്ടുള്ള ആൾക്കാരെയാണ് എന്ത് പറയാ, ശിങ്കിടി എന്നാണ് പറയാ. പൊന്നാനിയുടെ ശിങ്കിടികൾ എന്നാലോചിച്ചാണ്. ഒന്നാം പാട്ടുകാരനെ, അദ്ദേഹത്തെ ഫോളോ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ കൂടെ പാടുന്ന രണ്ടാം പാട്ടുകാരാണ് ശിങ്കിടികൾ. ഈ ശിങ്കിടികൾ എന്തുപയോഗിച്ചിട്ടാ പാടുക, ഇലത്താളം എന്ന വാദ്യോപകരണം ഉപയോഗിച്ചിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്, കഥകളിയിലെ ഈ പ്രാർത്ഥന ചൊല്ലുന്നത്. ഓക്കെ, ഈശ്വര പ്രാർത്ഥന ഇലത്താളം ഉപയോഗിച്ചിട്ടാണ് ശിങ്കിടികൾ പാടുന്നത്.
അപ്പൊ ഇതാണ് വന്ദന ശ്ലോകം എന്ന ചടങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. വന്ദന ശ്ലോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ശ്ലോകമാണ്. ഗായക സംഘം പാടുന്ന ഈശ്വര പ്രാർത്ഥനയാണ് വന്ദന ശ്ലോകം എന്ന ചടങ്ങിലുള്ളത്. അപ്പൊ ഗായക സംഘത്തിൽ ആരുണ്ടായിരിക്കും? ഒന്നാം പാട്ടുകാരെ പറയുന്നത് പൊന്നാനി എന്നാണ്. രണ്ടാം പാട്ടുകാരനാണ് ശിങ്കിടി. ഓക്കെ, ശിങ്കിടി എന്ത് ചെയ്യും? ഇലത്താളം ഉപയോഗിച്ചിട്ട് പാടും. അതേസമയം പൊന്നാനി ചേങ്ങല തട്ടിയിട്ടാണ് പാടുക. ഓക്കെ, ദെൻ അടുത്ത ഒരു ചടങ്ങാണ് പുറപ്പാട്. പുറപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറപ്പെടുക. ആരാണ് പുറപ്പെടുന്നത്? ഇവിടെ നായികയും നായകനും നമ്മുടെ ആട്ടക്കഥയെ ബേസ് ചെയ്തിട്ടാണ് കഥകളി നടത്തുന്നത് പറഞ്ഞിട്ടില്ല. കഥയിൽ എന്തുണ്ടായിരിക്കും? ഒരു നായകനും നായികയൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ നായകനും നായികയും ഒക്കെ പ്രത്യക്ഷപ്പെടുന്ന ചടങ്ങിനെയാണ് നമ്മൾ എന്ത് പറയാ? പുറപ്പാട് എന്ന് പറയാം. നായകനും നായികയും പുറപ്പെടുകയാണ് കഥയിൽ അവരെ അവതരിപ്പിക്കുന്ന ആ ഒരു ചടങ്ങിനാണ് എന്ത് പറയുന്നത്? പുറപ്പാട് എന്ന് പറയുന്നത്. ഓക്കെ, നായകനും നായികയും പ്രത്യക്ഷപ്പെടുന്ന ചടങ്ങാണ് പുറപ്പാട്. ഇതിന് അടുത്ത ഒരു ചടങ്ങാണ് മേളപ്പദം. അതായത് ഈ നായികനും നായികയും ഒക്കെ പ്രത്യക്ഷപ്പെട്ടു, അത് കഴിഞ്ഞാൽ പിന്നെ മേള സംഘം ഉണ്ടായിരിക്കും അല്ലെ? കഥകളി അവതരിപ്പിക്കുന്ന ആളെ കൂടാതെ അതിനെ നയിക്കുന്ന, അതായത് അതിന്റെ വാദ്യോപകരണങ്ങളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ. ഈ കഥകളിയുടെ മെയിൻ ആയിട്ടുള്ള അവതാരകനെ കൂടാതെ, അല്ലെങ്കിൽ കഥകളി അവതരിപ്പിക്കുന്ന ആളെ കൂടാതെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പൊ ഇവരുടെ ആ ഒരു മേളം, ഈ വാദ്യോപകരണങ്ങളൊക്കെ അതിന്റെ ആ ഒരു ഉച്ചസ്ഥായിയിൽ എത്തുക എന്നൊക്കെ പറയില്ലേ നമ്മള്, മേളസംഘം അതിന്റെ ഉച്ചസ്ഥായിയിൽ ആ ഒരു ആടിത്തിമിർപ്പ്, നായകനും നായികയൊക്കെ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു. ദെൻ എന്ത് ചെയ്യാണ്? ഈ മേളസംഘം അവരുടെ മേളത്തിന്റെ ഉച്ചസ്ഥായിയിൽ എത്തുന്ന ആ ഒരു ആടിത്തിമിർപ്പിനെ പറയുന്ന ചടങ്ങാണ് മേളപ്പദം. ഓക്കെ, അപ്പൊ തോടയം കഴിഞ്ഞു, അതായത് പിന്നിൽ നിന്നുള്ള ഈശ്വരപ്രാർത്ഥനയൊക്കെ കഴിഞ്ഞു. ദെൻ വന്ദന ശ്ലോകം, ഗായക സംഘത്തിന്റെ ഈശ്വര പ്രാർത്ഥനയും കഴിഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെന്താണ്? അത് കഴിഞ്ഞിട്ട് ദെൻ നമ്മുടെ പുറപ്പാട്, നായകനും നായികയും വന്നു. പുറപ്പാട് കഴിഞ്ഞാല് മേളപ്പദം, അതായത് മേളസംഘത്തിന്റെ ആടിത്തിമിർപ്പാണ്. ദെൻ അങ്ങനെ മേളസംഘം തിമിർത്ത് കഴിഞ്ഞാല് പിന്നെയുള്ളതാണ് എന്ത്? കഥാരംഭം. കഥാരംഭം എന്ന് പറയുമ്പോൾ നമുക്ക് പേര് തന്നെ മനസ്സിലാക്കാം, കഥ തുടങ്ങുന്നു. ഓക്കെ, കഥാരംഭം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയുടെ തുടക്കമാണ്. അപ്പൊ നായകനെയും നായികയും ഒക്കെ പരിചയപ്പെടുത്തി അത് കഴിഞ്ഞിട്ട് നല്ലൊരു മേളമൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? നമ്മുടെ കഥകളിയുടെ കഥ തുടങ്ങുന്നു. ദെൻ ധനാശി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥയുടെ അവസാനം. ഓക്കെ, കഥയുടെ അവസാനമാണ്. ദെൻ ഈ ധനാശി എന്ന് പറഞ്ഞിട്ടുള്ള ഈ കഥയുടെ അവസാനം തിരശീലക്ക് മുമ്പിൽ നിന്നിട്ട് തന്നെയാണ് കഥ അവസാനിപ്പിക്കുന്നത്. ഓക്കെ, ഇത്രയും ചടങ്ങുകളാണ് കഥകളിയിലുള്ളത്. ഒന്നുകൂടെ ഓർത്തു വെക്കുക. അതായത് ഒന്നാമത്തെ കേളികൊട്ട് സന്ധ്യക്ക് മുമ്പായിട്ട് ഇങ്ങനെ കഥകളിയെ കുറിച്ചുള്ള അറിയിപ്പ് നൽകുന്ന ഒരു ചടങ്ങാണ് കേളികൊട്ട്. പിന്നെ പറഞ്ഞത് അരങ്ങുകേളിയുടെ മറ്റൊരു പേരാണ് ഗണപതിക്കൊട്ട്. ദെൻ കഥകളി തുടങ്ങുകയാണെന്നുള്ള ഒരു ഇതാണ്, ആ ഒരു ചടങ്ങാണ് അരങ്ങുകേളി എന്നുള്ളത്. അതിൽ ചെണ്ട ഉപയോഗിക്കാറില്ല, തോടയത്തിലും ചെണ്ട ഉപയോഗിക്കാറില്ല. മൂന്നാമത്തത് തോടയം ഈശ്വര പ്രാർത്ഥനയാണ്. തിരശീലക്ക് പിറകിൽ നിന്നിട്ട്, യവനികക്ക് പിറകിൽ നിന്നിട്ടാണ് തോടയം എന്ന ചടങ്ങ് നടക്കുന്നത്. ദെൻ വന്ദന ശ്ലോകം ഗായക സംഘത്തിന്റെ ഈശ്വര പ്രാർത്ഥനയാണ്. അപ്പൊ അതിലെ ഒന്നാം പാട്ടുകാരൻ പൊന്നാനി എന്നും രണ്ടാം പാട്ടുകാരൻ ശിങ്കിടി എന്നും പറയുന്നു. പൊന്നാനി ചേങ്ങൽ ഉപയോഗിക്കും, ശിങ്കിടി ഇലത്താളവും ഉപയോഗിക്കും. പുറപ്പാട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നായകനും നായികയും പ്രത്യക്ഷപ്പെടുന്നു. മേളപ്പദം മേളസംഘത്തിന്റെ ആടിത്തിമിർപ്പ്. കഥാരംഭം കഥയുടെ തുടക്കം. ധനാശി കഥയുടെ അവസാനം. ഓക്കെ, ദെൻ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കലാകാരി, കേരളത്തിലെ ഒരു പ്രധാന കഥകളി കലാകാരിയാണ് ചവറ പാറുക്കുട്ടി. ഓക്കെ, ദെൻ കേരളത്തിലെ ആദ്യത്തെ വനിതാ കഥകളി സംഘം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘമാണ്. തൃപ്പൂണിത്തുറയിലെ വനിതാ കഥകളി സംഘമാണ് കേരളത്തിലെ തന്നെ ആദ്യ വനിതാ കഥകളി സംഘം എന്നറിയപ്പെടുന്നത്. ദെൻ ചവറ പാറുക്കുട്ടി എന്ന് പറയുന്നത് ഒരു കഥകളി കലാകാരിയാണ് അറിയപ്പെടുന്നത്. അപ്പൊ ഈ ഒരു കലയുടെ ഭാഗത്ത് നമ്മൾ പ്രധാനമായിട്ടും കുറെ ആളുകളുടെ പേരാണ് ഓർത്തു വെക്കുന്നത്. അപ്പൊ അത് നന്നായിട്ട് പഠിക്കാം, എന്നാൽ തന്നെ ഓർത്തു വെക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതായത് ഓരോ കലകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്, അവരുമായി ബന്ധപ്പെട്ട്. അപ്പൊ അത് അങ്ങനെ ചോദിക്കുക, പ്രധാനപ്പെട്ട ആളുകളെ മാത്രം ഓർത്തു വെക്കുക. ഇപ്പൊ ഈ ചവറ പാറുക്കുട്ടിയൊക്കെ കഥകളിയുടെ പ്രധാനപ്പെട്ട ഒരു കലാകാരി എന്ന് പറഞ്ഞപ്പോ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയായിരിക്കും? ചവറ പാറുക്കുട്ടി ചുവടെയുള്ളവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? എന്നിട്ട് 4 ഓപ്ഷൻ തരും, കഥകളി, മോഹിനിയാട്ടം, ഭരതനാട്യം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ നമുക്ക് അറിയണം ഓരോ ഫീൽഡിലുള്ള ഓരോ ആർട്ടുകളുടെ കഥകളി, മോഹിനിയാട്ടം പോലുള്ള
കലകളുടെ ഒക്കെ ഓരോ ഫീൽഡിലുള്ള പ്രധാനപ്പെട്ട ആളുകളെ നമ്മൾ ജസ്റ്റ് ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോഴേ നമ്മൾ അറ്റൻഡ് ചെയ്യാൻ കഴിയുള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ചവറ പാറക്കുട്ടി കഥകളി കലാകാരിയാണ് കേട്ടോ. ദെൻ ആദ്യത്തെ വനിതാ കഥകളി സംഘം എന്ന് പറയുന്ന തൃപ്പൂണിത്തുറ വനിതാ കഥകളി സംഘമാണ്. ദെൻ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു കുറച്ച് പ്രധാനപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ പേരുകളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇവരൊക്കെ കഥകളിയുമായി ബന്ധപ്പെട്ടവരാണ്. കലാമണ്ഡലം ഗോപി, ഒന്ന് കലാമണ്ഡലം ഗോപി. ദെൻ കോട്ടക്കൽ ശിവരാമൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, ചേമഞ്ചേരി കുഞ്ഞിരാമൻ. ദെൻ കലാമണ്ഡലം ഹൈദരാലി കഥകളി സംഗീതവുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? കലാമണ്ഡലം ഹൈദരാലി. ദെൻ ഇത്ര ആളുകളാണ് പ്രധാനപ്പെട്ട കഥകളി കലാകാരന്മാരാണ്. ഓക്കെ, അപ്പൊ ഒന്നുകൂടെ പറയാം. കലാമണ്ഡലം ഗോപി, കോട്ടക്കൽ ശിവരാമൻ, നെല്ലിയോട് വാസുദേവൻ നമ്പൂതിരി, ചേമഞ്ചേരി കുഞ്ഞിരാമൻ, കലാമണ്ഡലം ഹൈദരാലി. ഇത്രയും പേര് കഥകളിയുമായി ബന്ധപ്പെട്ടവരാണ്. ഇവരെ കൂടാതെയുള്ള ആളുകളുണ്ട്. ഇവരൊക്കെ പ്രധാനപ്പെട്ട ആളുകളാണ്. ഓക്കെ, ഇതിൽ കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്ന അദ്ദേഹം ഒരു മുസ്ലിമാണ്. അപ്പൊ അദ്ദേഹം ഈ കഥകളിയുടെ ഈ ഒരു രംഗത്തേക്കൊക്കെ വന്നപ്പോ അതിന്റെ പേരിൽ അദ്ദേഹത്തെ ഒരുപാട് വിമർശിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ വിമർശനങ്ങൾക്കൊക്കെ എതിരായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഒരു ഫീൽഡിൽ ഇപ്പോഴും അദ്ദേഹം പിടിച്ചു നിന്നത്. ഓക്കെ, ദെൻ കഥകളിയിൽ തന്നെ കഥകളി സംഗീതവുമായിട്ടാണ് ഈ ഒരു കലാമണ്ഡലം ഹൈദരാലി എന്ന് പറയുന്നത്. കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ആളാണ്. അപ്പൊ ചുവടെയുള്ളവയിൽ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ട ആള് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇതിലുള്ള ആളുകൾ കലാമണ്ഡലം ഗോപിയും കോട്ടക്കൽ ശിവരാമനൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതിൽ കഥകളി സംഗീതവുമായി ബന്ധപ്പെട്ടത് കലാമണ്ഡലം ഹൈദരാലിയാണ്. ഇനി കഥകളി എന്ന് മാത്രമാണെങ്കിലും കലാമണ്ഡലം ഹൈദരാലി കൊടുക്കാം. ഓക്കെ, വേറെ ഓപ്ഷൻ ഇതിലുള്ള മറ്റു ഓപ്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ കലാമണ്ഡലം ഹൈദരാലി എന്ന് കൊടുക്കാം. ഓക്കെ, ദെൻ കലാമണ്ഡലം ഹൈദരാലിയുടെ പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയാണ് മഞ്ജുതരം എന്നറിയപ്പെടുന്നത്. മഞ്ജുതരം എന്നത് ആരുടെ ആത്മകഥയാണ്? കലാമണ്ഡലം ഹൈദരാലിയുടെ ആത്മകഥ. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കഥകളിയെ കുറിച്ച് പറയാനുള്ളത്. കഥകളിയുടെ വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന്റെ വേഷം, അതിന്റെ ചടങ്ങുകൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ പറഞ്ഞു. ദെൻ കഥകളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളെ ഓർത്തു വെക്കുക. ചവറ പാറക്കുട്ടി കഥകളിയുമായി ബന്ധപ്പെട്ട ആളാണ്. കേരളത്തിലെ പ്രധാന കലാകാരിയാണ്. ഓക്കെ, ഇനി അടുത്തതായിട്ട് മറ്റൊരു ദൃശ്യകലയാണ് കേരള നടനം. അതിന്റെ ഉപജ്ഞാതാവ് ആരാണ്? ഗുരു ഗോപിനാഥ്. കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ്. ഓക്കെ, ദെൻ അടുത്തൊരു ദൃശ്യകലയാണ് അഷ്ടപതിയാട്ടം. അപ്പൊ അഷ്ടപതിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാകാരിയാണ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. അഷ്ടപതിയാട്ടവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആളാണ്. അഷ്ടപതിയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പഴയ ഒരു കലയാണ്. അപ്പൊ അത് ഇപ്പോ ഈ ഒരു അടുത്ത കാലത്തായിട്ട് അതിന്റെ പ്രാധാന്യം കൂടാൻ വേണ്ടിയിട്ട് ആ ഒരു കലയുമായി ബന്ധപ്പെട്ട് ആ കലയ്ക്ക് ഒരുപാട് മുന്നോട്ട് കൊണ്ടുവരാൻ സഹായിച്ചിട്ടുള്ള ഒരു ആളാണ്, ഒരു സ്ത്രീയാണ് ആര്? കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള കലാകാരി. ഓക്കെ, അപ്പൊ കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അഷ്ടപതിയാട്ടം. ഓക്കെ, ദെൻ ഈ അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത് ഈ ഒരു ഗീതാഗോവിന്ദം, ഗീതാഗോവിന്ദം എന്ന ഒരു രചനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലയാണ് അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കിയാണ് ഈ അഷ്ടപതിയാട്ടം എന്ന കല നിലകൊള്ളുന്നത്. അപ്പൊ ഈ ഗീതാഗോവിന്ദം രചിച്ചത് ആരാണ് എന്ന് ചോദിക്കാം. ആരാണ്? ജയദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളി കലാകാരനാണ് ഗീതാഗോവിന്ദം രചിക്കുന്നത്. ഓക്കെ, ജയദേവൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബംഗാളി കവിയാണ് ഗീതാഗോവിന്ദം രചിച്ചത്. ആ ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കിയുള്ള ഒരു കലയാണ് എന്ത്? അഷ്ടപതിയാട്ടം. അഷ്ടപതിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാകാരിയാണ് കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. അപ്പൊ ഈ ബംഗാളി കവി ജയദേവനാണ് ഇത് രചിച്ചതെന്ന് പറഞ്ഞു അല്ലെ. അദ്ദേഹം ഒഡീഷയിലുള്ള പുരി ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ് ഈ ഒരു കവിത രചിക്കുന്നത്, ഗീതാഗോവിന്ദം രചിക്കുന്നത്. അപ്പൊ അത് രചിച്ച സമയത്ത് അദ്ദേഹം അത് പാടുകയും അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു നർത്തകിയായിരുന്നു. ഓക്കെ, അപ്പൊ ഈ ഒരു ഒഡീഷയിലെ ക്ഷേത്രത്തിൽ വെച്ചിട്ട് ഇദ്ദേഹം ഈ ഒരു കവിത രചിക്കുന്ന സമയത്ത് അദ്ദേഹം അത് പാടുകയും അദ്ദേഹത്തിന്റെ ഭാര്യ അതിനനുസരിച്ച് നൃത്തം ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു അഷ്ടപതിയാട്ടം എന്ന് പറയുന്നത്
അത് ജന്മം കൊള്ളുന്നത്, ആ ഒരു കലാരൂപം. അപ്പൊ അത് പിന്നീട് എന്ത് ചെയ്തു, ഇന്ത്യയിലൊക്കെ വളരെ പ്രസിദ്ധി ആർജിച്ചു, എല്ലായിടത്തും വ്യാപിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ അത് കേരളത്തിലും എത്തിയിരുന്നു. അത് ഇപ്പോഴല്ല, കുറച്ചു മുൻപേ. ഓക്കെ. ദെൻ പിന്നെ പിന്നെ അതിന്റെ ആ ഒരു പ്രാധാന്യമൊക്കെ പോയി, മറ്റു കലകളൊക്കെ ഉടലെടുത്തു. അഷ്ടപതിയാട്ടം അത്ര തന്നെ ഇമ്പോർട്ടന്റ്, അതിന്റെ പ്രാധാന്യം കുറഞ്ഞു വന്നു. പക്ഷെ ഇപ്പൊ ഈ ഒരു അടുത്ത കാലത്തായിട്ട് ഈ അഷ്ടപതിയാട്ടം എന്ന് പറയുന്ന കല ഇപ്പോ വീണ്ടും അതിന്റെ ഒരു പ്രാധാന്യം കൂടി വന്നിട്ടുണ്ട്. അതിന് വളരെയധികം ഹെൽപ്ഫുൾ ആയ അല്ലെങ്കിൽ സംഭാവന നൽകി സഹായിച്ച ഒരു കലാകാരിയാണ് ആര്? കലാമണ്ഡലം ഷീബ കൃഷ്ണകുമാർ. ഓക്കെ. അപ്പോ ആ ഒരു ഷീബ കൃഷ്ണകുമാറിന്റെ പേരും അതുപോലെ ഗീതാഗോവിന്ദം എന്നൊരു കവിത അത് രചിച്ചത് ജയദേവൻ, ഇവരൊക്കെ അഷ്ടപതിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ആൾക്കാരാണ്, അതുമായി ബന്ധപ്പെട്ടതാണെന്ന് ഓർത്തുവെക്കാം. ഓക്കെ. ഇനി അഷ്ടപതിയാട്ടത്തിന് ഒരു സംഗീതമുണ്ട് അല്ലെ, അത് അതിന്റെ കവിതയാണ് അല്ലെങ്കിൽ അതിന്റെ ഉൾക്കാമാണ് ഗീതാഗോവിന്ദം എന്ന് പറയുന്നത്. ഇനി അതിന്റെ സംഗീതത്തെ പറയുന്ന പേരാണ് സോപാന സംഗീതം. വളരെ പ്രധാനപ്പെട്ട ഒരു സംഗീതമാണ് സോപാന സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ കഥകളിയുടെയൊക്കെ അടിസ്ഥാന സംഗീതം എന്ന് പറയുന്നതും എന്താണ്? ഈ സോപാന സംഗീതമാണ്. ഓക്കെ. അഷ്ടപതിയാട്ടത്തിന്റെ സംഗീതം സോപാന സംഗീതം, കഥകളിയുടെ അടിസ്ഥാന സംഗീതവും ഏതാണ്? സോപാന സംഗീതം. ദെൻ ഗീതാഗോവിന്ദത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞു അല്ലെ. അഷ്ടപതിയാട്ടത്തിന്റെ ഏതിനെ ആസ്പദമാക്കിയാണ്? ഗീതാഗോവിന്ദത്തെ ആസ്പദമാക്കിയാണ്. ഗീതാഗോവിന്ദം എന്ന് പറയുന്നത് ജയദേവന്റെ പ്രധാനപ്പെട്ട ഒരു കവിത സമാഹാരമാണ്. അതെന്ത് ചെയ്തു? പിൽക്കാലത്ത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തുകയുണ്ടായി. ഓക്കെ. ഒരു ബംഗാളി കവിയാണ് അദ്ദേഹം, ബംഗാളിയിലാണ് ആ കവിത എഴുതിയത്. എങ്കിൽ പോലും അതെന്ത് ചെയ്തു? പിന്നീട് മലയാളത്തിലേക്ക് പല ആളുകളും പരിഭാഷപ്പെടുത്തിയിട്ടുണ്ട്. അതിലെ പ്രധാനപ്പെട്ട ഒരു പരിഭാഷയാണ് ദേവഗീത. ദേവഗീത എന്ന പേരില് ഗീതാഗോവിന്ദത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു കവിയാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ഗീതാഗോവിന്ദത്തെ മലയാളത്തിലേക്ക് ദേവഗീത എന്ന പേരിൽ പരിഭാഷപ്പെടുത്തിയത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. പല മലയാള പരിഭാഷകളും ഉണ്ടായിട്ടുണ്ട് ഗീതാഗോവിന്ദത്തിന്റെ. അതിൽ ദേവഗീത എന്ന പരിഭാഷ ആരുടേതാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ഓക്കെ. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള മലയാള സാഹിത്യത്തിന് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു കവിയും കൂടിയാണ് ആര്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്ന് പറയുന്നത്. ദെൻ അദ്ദേഹത്തെ ജോസഫ് മുണ്ടശ്ശേരി എന്ന് വിളിക്കുകയുണ്ടായി. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് ചെങ്ങമ്പുഴയെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരി. ജോസഫ് മുണ്ടശ്ശേരി എന്ന് പറയുന്നത് കേരളത്തിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാണ്. അദ്ദേഹം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള എന്താണ് വിശേഷിപ്പിച്ചത്? നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ഓക്കെ. ദെൻ ഈ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന് ജോസഫ് മുണ്ടശ്ശേരി ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ വിശേഷിപ്പിച്ചു എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ആ ഒരു വിശേഷണത്തിനെ ആസ്പദമാക്കിക്കൊണ്ട് ചെങ്ങമ്പുഴയെ കുറിച്ച് ഒരു കൃതി രചിച്ചു. ആര്? ആ കൃതിയുടെ പേരാണ് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന പേരിൽ ഒരു കൃതി രചിക്കപ്പെട്ടു. ആ കൃതിയുടെ രചയിതാവ് എന്ന് പറയുന്നത് MK സാനു. MK സാനു ചെങ്ങമ്പുഴയെ കുറിച്ച് എഴുതിയ കൃതിയാണ് ചെങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. MK സാനു എന്ന് പറയുന്നത് ഒരു സാഹിത്യ നിരൂപകനാണ്. ആ പേര് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. അദ്ദേഹത്തിന്റെ പേര് MK സാനു. അതുപോലെ അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ചെങ്ങമ്പുഴയെ അങ്ങനെ വിശേഷിപ്പിച്ചത് ആരാണ്? ജോസഫ് മുണ്ടശ്ശേരിയാണ്. ഓക്കെ. ദെൻ സോപാന സംഗീതമാണെന്ന് പറഞ്ഞു അല്ലെ നമ്മള്. അതായത് അഷ്ടപതിയാട്ടത്തിന്റെ സംഗീതം സോപാന സംഗീതമാണ്. കഥകളിയുടെ അടിസ്ഥാന സംഗീതമൊക്കെ സോപാന സംഗീതമാണെന്ന് പറഞ്ഞു. അപ്പൊ ഈ സോപാന സംഗീതത്തെ കുറിച്ച് പറയുമ്പോൾ ആ സംഗീതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട രണ്ടാളുകളാണ് ഞെരളത്ത് രാമപൊതുവാളും ഞെരളത്ത് ഹരിഗോവിന്ദനും. ഞെരളത്ത് രാമപൊതുവാളും ഞെരളത്ത് ഹരിഗോവിന്ദനും ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോപാന സംഗീതം. അപ്പൊ ഇവർ രണ്ടുപേരും അച്ഛനും മകനാണ് കേട്ടോ. ഞെരളത്ത് രാമപൊതുവാൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനും അദ്ദേഹത്തിന്റെ മകൻ ഞെരളത്ത് ഹരിഗോവിന്ദനും സോപാന സംഗീതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. ഈ സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് ഇടക്ക. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഏതാണ്? ഇടക്ക. ഇടക്ക എന്ന് പറഞ്ഞിട്ടുള്ള വാദ്യോപകരണമാണ് സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്നത്. ദെൻ കലകളെ കുറിച്ച് കലകളുടെ ഭാഗത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? ഭാരതത്തിലെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപം ഏത്?
കൂടിയാട്ടമാണ്. ഓക്കെ, നമ്മൾ ചിലപ്പോൾ കഥകളി എന്നൊക്കെ മാറി എഴുതാൻ ചാൻസ് ഉണ്ട്, കാരണം കഥകളിയൊക്കെ പ്രധാനപ്പെട്ട ഒരു കലയാണെങ്കിൽ കൂടിയും. ഭാരതീയ കലാരൂപം, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപം എന്ന് പറയുന്നത് കൂടിയാട്ടമാണ്. ഓക്കെ, കൂടിയാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ക്ഷേത്രാങ്കണത്തിൽ വെച്ചിട്ട്, ക്ഷേത്രത്തിന്റെ അങ്കണം, മുറ്റത്ത് വെച്ചിട്ട് നടക്കുന്ന ഒരു കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ദെൻ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കലാകാരിയാണ് ആര്, കലാകാരനാണ് അമ്മന്നൂർ മാധവ ചാക്യാർ. അമ്മന്നൂർ മാധവ ചാക്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കൂടിയാട്ടം എന്ന കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, ദെൻ കൂടിയാട്ടം നടക്കുന്ന ക്ഷേത്രാങ്കണത്തിലെ അരങ്ങം, അതായത് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് വെച്ചാണ്, അങ്കണത്തിൽ വെച്ചാണ് എന്ത് നടക്കുന്നതെന്ന് പറഞ്ഞു? കൂടിയാട്ടം നടക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ആ ക്ഷേത്രത്തിന്റെ മുറ്റത്ത് തന്നെ, അങ്കണത്തിൽ തന്നെ ഒരു അരങ്ങിൽ വെച്ചിട്ടാണ് ഈ കൂടിയാട്ടം നടക്കുന്നത്. ആ അരങ്ങിന് പറയുന്ന പേരാണ് കൂത്തമ്പലങ്ങൾ. കൂത്തമ്പലം അല്ലെങ്കിൽ കൂത്തമ്പലങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കൂടിയാട്ടം നടക്കുന്ന അരങ്ങാണ്. ഓക്കെ, ദെൻ കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന ഒരു വാദ്യോപകരണം ഏതാണ്? മിഴാവാണ് പ്രധാനപ്പെട്ട കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം. അപ്പൊ ഈ മിഴാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വലിയ മൺകുടം, ആ മൺകുടത്തിന്റെ മുകളില് തോല് കൊണ്ട് കെട്ടിയിട്ട് ഉള്ള ഒരു വാദ്യോപകരണമാണ് എന്ത്? മിഴാവ് എന്ന് പറയുന്നത്. എന്നിട്ട് ഈ തോലിൽ കൊട്ടുന്ന സമയത്ത് എന്തുണ്ടാവും? സൗണ്ട് വരും, ശബ്ദം വരും. ഓക്കെ, അപ്പൊ പണ്ടൊക്കെ മൺകുടങ്ങളായിരുന്നെങ്കിലും ഇപ്പൊ എന്താണ്? ചെമ്പുകുടങ്ങളാണ് യൂസ് ചെയ്യുന്നത്, മിഴാവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോ മിഴാവ് ഏതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ്? കൂടിയാട്ടത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണമാണ് മിഴാവ്. കൂടിയാട്ടം നടക്കുന്ന ക്ഷേത്രാങ്കണത്തിലെ അരങ്ങാണ് കൂത്തമ്പലങ്ങള്. ദെൻ അമ്മന്നൂർ മാധവ ചാക്യാർ എന്ന് പറയുന്ന കൂടിയാട്ടവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശസ്ത കലാകാരനാണ്. കൂടിയാട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ അതിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം മിഴാവ് എന്നൊക്കെ ഓർത്ത് വെക്കുക. ദെൻ അടുത്തൊരു കലയാണ്, ദൃശ്യകലയാണ് കൂത്ത് എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ നമ്മള് കൂടിയാട്ടം പറഞ്ഞു, കേരള നടനം പറഞ്ഞു, അഷ്ടപതിയാട്ടം പറഞ്ഞു, അതുപോലെ മറ്റൊരു ദൃശ്യകലയാണ് കൂത്ത്. അപ്പൊ കൂത്ത് എന്ന് പറയുമ്പോൾ രണ്ട് വിധത്തിലുള്ള കൂത്തുകളുണ്ട്. ചാക്യാർ കൂത്തും അതുപോലെ നങ്ങ്യാർ കൂത്തും ഉണ്ട്. ചാക്യാർ കൂത്തും ഉണ്ട്, നങ്ങ്യാർ കൂത്തും ഉണ്ട്. അപ്പൊ അത് ഓരോ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന ഒരു ദൃശ്യകല തന്നെയാണ് എന്ത്? കൂത്ത് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് കൂത്തുകളെ തമ്മിലുള്ള മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ചാക്യാർ കൂത്തില് ആക്ഷേപഹാസ്യമായ കഥാപാത്രങ്ങളായിരിക്കും. ആക്ഷേപഹാസ്യമായ കഥാപാത്രമാണ് ചാക്യാർ കൂത്ത്. അതായത് ഈ ചാക്യാർ കൂത്തില് എന്താണ് അവതരിപ്പിക്കുന്ന ആൾ അല്ലെങ്കിൽ കലാകാരന് എന്ത് ചെയ്യും? ഓരോ കഥാപാത്രത്തെ ആക്ഷേപിച്ചുകൊണ്ട് കഥകൾ ഇങ്ങനെ പറയും, സദസ്സിൽ ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് ഹാസ്യപരമായ രീതിയിലുള്ള ഒരു അവതരണമായിരിക്കും എന്തിൻ്റെത്? ചാക്യാർ കൂത്തിൻ്റെത്. ഓക്കെ, അതായത് ചിലപ്പോൾ സദസ്സിലുള്ള ആളുകളെ, സദസ്യരൊക്കെ എന്തായിരിക്കും? ആക്ഷേപിക്കും. ആ ഒരു രീതിയിലാണ് ചാക്യാർ കൂത്തുള്ളത്. നങ്ങ്യാർ കൂത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂത്തിന്റെ തന്നെ വേറൊരു രൂപമാണ്. ഇത് സ്ത്രീകളാണ് അവതരിപ്പിക്കുക. ഓക്കെ, സ്ത്രീകൾ അവതരിപ്പിക്കുന്ന കൂത്താണ് നങ്ങ്യാർ കൂത്ത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് കൂത്തിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ നമ്മള് എന്തൊക്കെ പറഞ്ഞു? കേരള നടനത്തിന്റെ ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥ് ആണ്. ദെൻ അഷ്ടപതിയാട്ടം കലാമണ്ഡല ശീബ കൃഷ്ണകുമാര് അഷ്ടപതിയാട്ടത്തിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയി അതിനെ വീണ്ടും പുനർജീവിപ്പിക്കാൻ, അല്ലെങ്കിൽ അതിനെ വീണ്ടും മുന്നോട്ട് കൊണ്ടുവരാൻ ഈ കലയെ. അപ്പൊ ഗീതാ ഗോവിന്ദത്തെ ബേസ് ചെയ്തിട്ടാണ് അഷ്ടപതിയാട്ടം ഉള്ളത്. ഗീതാ ഗോവിന്ദം രചിച്ചത് ജയദേവൻ എന്നൊരു ബംഗാളി കവിയാണ്. ദെൻ ഗീതാ ഗോവിന്ദത്തെ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയ, ഒരുപാട് പേര് പരിഭാഷപ്പെടുത്തിയ, അതിൽ ദേവഗീത എന്ന പരിഭാഷ ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേതാണ്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടേത്. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയെ മുണ്ടശ്ശേരി എന്താ വിളിച്ചത്? നക്ഷത്രങ്ങളുടെ അഭാചനം എന്ന് കൃതി രചിച്ചത് MK സാനു എന്ന സാഹിത്യ നിരൂപകനാണ്. ദെൻ ഇതിനെക്കുറിച്ച്, അഷ്ടപതിയാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ സംഗീതമാണ് സോപാന സംഗീതം. കഥകളിയുടെ അടിസ്ഥാന സംഗീതവും എന്താണ്? സോപാന സംഗീതവുമാണ്. സോപാന സംഗീതത്തിലെ പ്രധാനപ്പെട്ട അതുമായി ബന്ധപ്പെട്ട രണ്ട് കലാകാരാണ് അല്ലെങ്കിൽ സംഗീതജ്ഞരാണ് ഞെരളത്ത് രാമപൊതുവാള്, ഞെരളത്ത് ഹരിഗോവിന്ദൻ എന്ന് പറയുന്നത്. സോപാന സംഗീതത്തിൽ ഉപയോഗിക്കുന്ന വാദ്യോപകരണം ഇടക്കയാണ്. പിന്നെ നമ്മൾ കൂടിയാട്ടത്തെ കുറിച്ചാണ് പറഞ്ഞത്. അമ്മന്നൂർ മാധവ ചാക്യാർ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട കലാകാരനാണ്. കൂടിയാട്ടം ക്ഷേത്രത്തിലെ കൂത്തമ്പലങ്ങളിൽ വെച്ചിട്ടാണ് നടക്കുക. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഇടം പിടിച്ച ഭാരതീയ കലാരൂപമാണ് കൂടിയാട്ടം എന്ന് പറയുന്നത്.
പിന്നെ നമ്മൾ കൂത്ത് പറഞ്ഞു, ചാക്യാർ കൂത്തും നങ്ങ്യാർ കൂത്തും ഉണ്ട്. ദെൻ മറ്റൊരു പ്രധാനപ്പെട്ട ദൃശ്യകലയാണ് ഈ കൂത്തൊക്കെ പറയുമ്പോൾ അതിന്റെ കൂടെ തന്നെ നമ്മൾ പറയുന്ന മറ്റൊരു പ്രധാന ദൃശ്യകലയാണ് തുള്ളൽ എന്ന് പറയുന്നത് അല്ലെ. ഓട്ടംതുള്ളല്, ശീതങ്കൻ തുള്ളൽ എന്നൊക്കെ പറഞ്ഞിട്ട് വിവിധ തരത്തിലുള്ള തുള്ളലുണ്ട്. അപ്പൊ തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്നറിയപ്പെടുന്ന ആളാണ് കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, തുള്ളൽ പ്രസ്ഥാനം തുടങ്ങിയത് അല്ലെങ്കിൽ തുള്ളൽ പ്രസ്ഥാനം അതിന്റെ തുടക്കം അല്ലെങ്കിൽ അതിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ. ഓക്കെ, കുഞ്ചൻ നമ്പ്യാർ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുള്ളൽ പ്രസ്ഥാനം. ഓക്കെ, തുള്ളൽ പ്രസ്ഥാനം കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ജനനസ്ഥലം പലപ്പോഴായിട്ട് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിൽ ഈ പേരുകളൊക്കെ ഓർത്ത് വെക്കേണ്ടതാണ്. അതായത് പാലക്കാട് ജില്ലയിലാണ്. പാലക്കാട് ജില്ലയിലാണ് ആര് ജനിച്ചത്? കുഞ്ചൻ നമ്പ്യാർ ജനിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ തന്നെ ലക്കിടി എന്ന സ്ഥലത്ത് അദ്ദേഹത്തിന്റെ വീട്ടുപേരെന്ന് പറയുന്നത് കലക്കത്ത് ഭവനാണ്. കലക്കത്ത് ഭവനിൽ അദ്ദേഹത്തിന്റെ പ്രോപ്പർ പ്ലേസ്, ശരിയായ സ്ഥലം എന്ന് പറയുന്നത് കിള്ളിക്കുറിശുമംഗലം. കിള്ളിക്കുറിശുമംഗലം എവിടെയാണ്? പാലക്കാടിലെ ലക്കിടിയിലുള്ള കിള്ളിക്കുറിശുമംഗലത്ത് കലക്കത്ത് ഭവനിലാണ് കുഞ്ചൻ നമ്പ്യാർ ജനിച്ചത്. അപ്പൊ ഈ 4 സ്ഥലങ്ങളും എക്സാമിന് ഓപ്ഷൻ ആയിട്ട് തരാറുണ്ട്. അപ്പൊ ഈ 4 സ്ഥലങ്ങൾ ഓർത്തു വെക്കുക. പാലക്കാട് ജില്ലയിലാണ്, ലക്കിടി എന്ന സ്ഥലത്താണ്, കലക്കത്ത് ഭവനാണ് വീട്ടുപേര്, കിള്ളിക്കുറിശുമംഗലാണ് അദ്ദേഹത്തിന്റെ സ്ഥലം. ആരുടെ? കുഞ്ചൻ നമ്പ്യാരുടെ. കുഞ്ചൻ നമ്പ്യാർ ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ആര്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാര്. അപ്പൊ തുള്ളല് വിവിധ തരത്തിലുള്ള തുള്ളലുണ്ട്. ഓട്ടൻ തുള്ളൽ, പറയൻ തുള്ളൽ, ശീതങ്കൻ തുള്ളൽ എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള തുള്ളലുകളുണ്ട്. ഓക്കെ, ദെൻ അദ്ദേഹം പിന്നീട് മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ മരണകാരണം എന്തായിരുന്നു? പേവിഷബാധയായിരുന്നു. ഓക്കെ, പേവിഷബാധ കാരണം മരണപ്പെട്ട കലാകാരൻ ആരാണ്? കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ഒരു സ്മാരകം സ്ഥിതി ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന്റെ സ്മാരകം ഉള്ളത് അമ്പലപ്പുഴയിലാണ്, ആലപ്പുഴ ജില്ലയിലെ അമ്പലപ്പുഴയിലാണ്. അപ്പൊ അദ്ദേഹം ജനിച്ചത് പാലക്കാടാണ്. അദ്ദേഹത്തിന്റെ സ്മാരകം ആലപ്പുഴയിലാണ്. അദ്ദേഹത്തിന്റെ പാലക്കാടുള്ള ജനനസ്ഥലം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മ വീടായിരുന്നു. അദ്ദേഹത്തിന്റെ അച്ഛന്റെ വീട് അല്ലെങ്കിൽ അച്ഛന്റെ സ്ഥലം എന്ന് പറയുന്നത് ഈ ഒരു അമ്പലപ്പുഴ ആ ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? അദ്ദേഹത്തിന്റെ സ്മാരകം അമ്പലപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹത്തിന്റെ സ്മാരകം, കുഞ്ചൻ നമ്പ്യാരുടെ സ്മാരകം എവിടെയാണ്? അമ്പലപ്പുഴയിലാണുള്ളത്. ദെൻ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുകയാണെങ്കിൽ മാർത്താണ്ഡവർമ്മ, ചെമ്പകശ്ശേരി രാജാവ്, ധർമ്മരാജ ഇവരുടെയൊക്കെ കൊട്ടാരത്തില് അദ്ദേഹം അവരുടെ കൂടെയൊക്കെ ഒരു കലാകാരനായിട്ട് അവിടെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, മാർത്താണ്ഡവർമ്മ, ചെമ്പകശ്ശേരി രാജാവ്, ധർമ്മരാജ എന്നീ രാജാക്കന്മാരുടെ കൊട്ടാരത്തില് കലാകാരനായിട്ട് അവരുടെ കൂടെ വർത്തിക്കാൻ ആർക്ക് കഴിഞ്ഞു? കുഞ്ചൻ നമ്പ്യാര് അവരുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്, അവരുടെ ആശ്രിതരായിട്ട്. ഓക്കെ, ദെൻ കുഞ്ചൻ നമ്പ്യാരെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രാചീന കവിത്രയങ്ങളിൽ പെട്ട ആളാണ് ആര്? കുഞ്ചൻ നമ്പ്യാർ എന്ന് പറയുന്നത്. അപ്പൊ പ്രാചീന കവിത്രയങ്ങൾ ആരെല്ലാമാണെന്ന് അറിയണം അല്ലെ. ചെറുശ്ശേരി, തുഞ്ചത്ത് എഴുത്തച്ഛന്, അതുപോലെ കുഞ്ചൻ നമ്പ്യാർ, ഇവരെ 3 പേരും അറിയപ്പെടുന്ന പേരാണ് എന്ത്? പ്രാചീന കവിത്രയങ്ങൾ. ആരെല്ലാമാണ് പ്രാചീന കവിത്രയങ്ങള്? ചെറുശ്ശേരി, തുഞ്ചത്ത് എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ. ചെറുശ്ശേരി, എഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ ഇവരെ 3 പേരും പറയുന്ന പേരാണ് പ്രാചീന കവിത്രയങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ കുഞ്ചൻ നമ്പ്യാർ പ്രാചീന കവിത്രയങ്ങളിൽ പെടുന്ന ഒരു കവിയാണ്. ദെൻ കുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് മെയ് 5-നാണ്. മെയ് 5-നാണ് കുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത്. അതേസമയം തുഞ്ചൻ ദിനം എന്നറിയപ്പെടുന്നത് ഡിസംബർ 31-നാണ്. അത് രണ്ടും മാറിപ്പോകരുത്. തുഞ്ചൻ എന്ന തുഞ്ചത്ത് എഴുത്തച്ഛന്റെ ദിനം, കുഞ്ചൻ ദിനം കുഞ്ചൻ നമ്പ്യാരുടെ ദിനം. അപ്പൊ കുഞ്ചൻ നമ്പ്യാരുടെ ജനന ദിവസം ഒന്നും ശരിയായിട്ട് അറിയില്ലെങ്കിൽ കൂടിയും കുഞ്ചൻ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് മെയ് 5-നാണ്. ഓക്കെ, മെയ് മാസം 5-ാം തീയതി. ഡിസംബർ അവസാന മാസമാണ്. മെയ് 31-ലാണ്, ഡിസംബറിലെ ഏറ്റവും അവസാനമാണ് തുഞ്ചൻ ദിനം എന്ന് അറിയപ്പെടുന്നത്. ഇപ്പൊ ഇത് ഓർത്ത് വെക്കാന് ഒരു എളുപ്പവഴി പറയുകയാണെങ്കിൽ കുഞ്ചൻ ദിനം അല്ലെ, കുഞ്ചിയമ്മക്ക് 5 മക്കളാണ് എന്നുള്ള പാട്ട് നമുക്കൊക്കെ അറിയാം അല്ലെ. അപ്പൊ കുഞ്ചൻ ദിനം എന്നുള്ളത് കുഞ്ചിയമ്മക്ക് 5 മക്കളല്ലേ. അപ്പൊ 5-ാം തീയതി, മെയ് 5-ാം തീയതി എന്ന് പറയുന്നത് കുഞ്ചൻ ദിനം, അങ്ങനെ ഓർത്ത് വെക്കാം. ദെൻ തുഞ്ചൻ ദിനം എന്നുള്ളത് തുഞ്ചത്ത് നമ്മൾ എന്താ പറയാ? തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ തുഞ്ചത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തുഞ്ചത്ത്
അറ്റത്ത് അല്ലെങ്കിൽ അഗ്രഭാഗം എന്നുള്ളതിനൊക്കെയാണ് നമ്മൾ തുഞ്ചത്ത് എന്ന് പറയാറ് അല്ലെ. അപ്പൊ ഡിസംബർ 31 എന്ന് പറഞ്ഞാൽ എന്താ, ഒരു വർഷത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണ് ഡിസംബർ. അതിൽ ഏറ്റവും അവസാനത്തെ ദിവസമാണ് 31 എന്ന് പറയുന്നത്. അപ്പൊ ഒരു വർഷത്തിന്റെ ഏറ്റവും അഗ്രഭാഗത്തുള്ള ദിവസമാണ് ഡിസംബർ 31, തുഞ്ചത്തുള്ള ദിവസമാണ്. ഓക്കെ, അപ്പൊ തുഞ്ചൻ ദിനം എന്നുള്ളത് ഡിസംബർ 31. അങ്ങനെയൊക്കെ ഓർത്ത് വെക്കുക. എന്നാൽ നമുക്ക് കുറെ ഡേറ്റുകളും കുറെ തീയതികളും കുറെ പ്രധാനപ്പെട്ട ദിവസങ്ങളൊക്കെ വരുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും, സ്വാഭാവികമാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പഠിച്ചാൽ ഒന്നുകൂടി എളുപ്പമായിരിക്കും. ഓക്കെ, മെയ് 5 കുഞ്ചൻ ദിനം, ഡിസംബർ 31 തുഞ്ചൻ ദിനം. ദെൻ ഇദ്ദേഹത്തിന്റെ കുഞ്ചൻ നമ്പ്യാരുടെ കുറെ പ്രധാനപ്പെട്ട വരികളുണ്ട്. അപ്പൊ ആ വരികളൊക്കെ ഒന്ന് ഓർത്തു വെക്കുക. ഈ വരികൾ ആരുടേതാണ് എന്നൊക്കെ ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടാവാറുണ്ടല്ലോ. അപ്പൊ നമുക്ക് പ്രതീക്ഷിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പൊ ഒന്നാമത്തെ ഒരു വരിയാണ്, കണ്ടാൽ അറിയുവാൻ സമർത്ഥൻ അല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയും അതിനില്ല സംശയം. അതായത് കണ്ടറിയാത്തവൻ കൊണ്ടറിയും എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. കണ്ടാൽ അറിയാൻ നീ സമർത്ഥൻ അല്ലെങ്കിൽ നീ കൊണ്ടാൽ അറിയും അതില്ല സംശയം. ദെൻ രണ്ടാമത്തെ ഒരു വരിയാണ്, നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശര. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ നീയങ്ങു മാറിക്കിടാശര. ദെൻ അടുത്ത ഒരു വരിയാണ്, കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. അതായത് കനകം മൂലം കാമിനി മൂലം ഒക്കെ കലഹം ഉണ്ടാവും എന്നൊക്കെയാണ് ആ വരികളിലൂടെ പറയുന്നത്. ദെൻ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശര. അതായത് വഴിയിൽ കിടക്കുന്ന ഒരു കുരങ്ങ്, അതായത് ഹനുമാനായിരുന്നു ശരിക്കും കുരങ്ങ്. അതൊക്കെ ഓരോ ചരിത്രങ്ങളിൽ പറയുന്ന, മീൻസ് ഐതിഹ്യങ്ങളിലുള്ള കഥകളിലുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പൊ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അദ്ദേഹം രചിക്കപ്പെട്ട വരികളാണ് അതൊക്കെ. നോക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കട നീയങ്ങു മാറിക്കിടാശര. ദെൻ കനകം മൂലം കാമിനി മൂലം കലഹം പലവിധ മുലകിൽ സുലഭം. ദെൻ അടുത്തൊരു വരിയാണ്, എലിയെ പോലെ ഇരുന്നവൻ ഇന്നൊരു പുലിയെ പോലെ വരുന്നത് കാണാം. അതായത് എലിയെ പോലെ പതുങ്ങി നിന്നീനെ പണ്ടൊക്കെ പാവായി നിന്നീനെ ആൾക്കാർ ഇപ്പൊ എന്താണ് ഭയങ്കര അടിപൊളിയായിട്ട് സ്മാർട്ടായിട്ട് ഒക്കെ മുന്നോട്ട് വരുന്നത്. അതൊക്കെ നമുക്ക് തന്നെ പരിചയമുള്ള ഓരോ ഇതുമായിട്ടൊക്കെ ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, ദെൻ അടുത്തൊരു വരിയാണ്, ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ദീപസ്തംഭം മഹാശ്ചര്യം നമുക്കും കിട്ടണം പണം. ദെൻ മുല്ലപ്പൂമ്പൊടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടൊരു സൗരഭ്യം. അതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ള വരികളാണ് അല്ലെ. അപ്പൊ അതൊക്കെ കുഞ്ചൻ നമ്പ്യാരുടെ വരികളാണ് എന്ന് ഒന്ന് ഓർത്തു വെക്കാം. ദെൻ അടുത്ത ഒരു ദൃശ്യകലയാണ്, നമ്മുടെ കേരളത്തിലൊക്കെ വളരെ പ്രചാരമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ദൃശ്യകലയാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. ഓക്കെ, മോഹിനിയാട്ടം. ദെൻ മോഹിനിയാട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് ഡോക്ടർ സുനന്ദ നായർ. ഡോക്ടർ സുനന്ദ നായർ എന്ന് പറയുന്നത് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കലാകാരിയാണ്. ദെൻ മോഹിനിയാട്ടത്തിൽ ആദ്യത്തെ ബിരുദാനന്തര ബിരുദം നേടിയത് ഡോക്ടർ സുനന്ദ നായരാണ്. മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ട് ആദ്യത്തെ PG മോഹിനിയാട്ടത്തിലുള്ള ബിരുദാനന്തര ബിരുദം നേടിയത് ഡോക്ടർ സുനന്ദ നായർ. ദെൻ അതുപോലെ കല്യാണിക്കുട്ടി അമ്മ എന്ന് പറയുന്നതും എന്താണ് മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കലാകാരിയാണ്. ഡോക്ടർ സുനന്ദ നായർ, കല്യാണിക്കുട്ടി അമ്മ. ഓക്കെ, ദെൻ ഈ ഒരു മോഹിനിയാട്ടത്തിന്റെ ആദ്യത്തെ പഴയ കാലത്തെ പേര് എന്ന് പറയുന്നത് ദാസിയാട്ടം എന്നായിരുന്നു. ഈ കലാരൂപം അറിയപ്പെട്ടിരുന്നത് ദാസിയാട്ടം എന്നായിരുന്നു. അത് പിന്നീട് പുനരാവിഷ്കരിച്ചിട്ടാണ് മോഹിനിയാട്ടം എന്നുള്ള പേര് കൊടുക്കുന്നത്, ആ ഒരു രീതിയിലേക്ക് മാറുന്നതൊക്കെ. അതായത് ഓരോ കാലത്തിനനുസരിച്ച് നമുക്കൊക്കെ നമ്മുടെ മനുഷ്യന്മാരിലൊക്കെ ഓരോ മാറ്റങ്ങൾ വരുന്നുണ്ട് അല്ലെ. അപ്പൊ അതുപോലെ കലകളിലും കാലത്തിൻ്റെതായ മാറ്റങ്ങളൊക്കെ വരും. അപ്പോ ആദ്യം ദാസിയാട്ടമായിരുന്നു മോഹിനിയാട്ടത്തിന്റെ പേര്, പിന്നീട് അത് മോഹിനിയാട്ടമായിട്ട് മാറി. അപ്പോ അതിനെ പരിഷ്കരിച്ചത്, ആദ്യകാലത്തെ ദാസിയാട്ടത്തെ പരിഷ്കരിച്ചത് ആരാണ്? സ്വാതി തിരുനാളാണ് പരിഷ്കാരങ്ങളൊക്കെ കൊണ്ടുവന്നത്. അതിൽ ഇന്നത്തെ രീതിയിലുള്ള ഒരു മോഹിനിയാട്ടത്തെ എത്തിച്ചത് വള്ളത്തോളാണ്. ഓക്കെ, വള്ളത്തോളാണ് മോഹിനിയാട്ടത്തെ ഇന്നത്തെ ഒരു രീതിയിലേക്ക് എത്തിച്ചത്. സ്വാതി തിരുനാളാണ് ദാസിയാട്ടത്തെ മാറ്റിയിട്ട് മോഹിനിയാട്ടം എന്ന് പരിഷ്കരിച്ചത്. ഡോക്ടർ സുനന്ദ നായരും കല്യാണക്കുട്ടി അമ്മയും ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? മോഹിനിയാട്ടവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദെൻ മോഹിനിയാട്ടം എന്ന് പറയുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട കലാരൂപമാണ്.
അതുപോലെ വേറെ ചില ദൃശ്യ കലാരൂപങ്ങളുണ്ട്, നമുക്ക് പരിചയമുള്ള പേരുകളാണ് ഭരതനാട്യം, കുച്ചിപ്പുടി, അല്ലെ. അതൊക്കെ ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ കേരളവുമായി ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ കേരളത്തിന്റെ കല എന്നൊക്കെ നമുക്ക് പറയാവുന്ന കലയാണ് മോഹിനിയാട്ടം. അതേസമയം ഭരതനാട്യം എന്ന് പറയുന്നത് തമിഴ്നാട് സംസ്ഥാനത്താണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ഭരതനാട്യം തമിഴ്നാട്, മോഹിനിയാട്ടം കേരളം, കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിന്റെ കലാരൂപമാണ് കുച്ചിപ്പുടി. ദെൻ കർണാടകത്തിന്റെ കലാരൂപം യക്ഷഗാനമാണ്. അപ്പൊ ഈ നാല് കലാരൂപങ്ങളും അതുമായി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളും നന്നായിട്ട് പഠിക്കുക. ഓക്കെ. തമിഴ്നാടിന്റെ കലാരൂപം ഭരതനാട്യമാണ്. കേരളത്തിന്റെ കലാരൂപം മോഹിനിയാട്ടാണ്. കേരളം മോഹിനിയാട്ടം ഓർത്തു വെക്കുക. ദെൻ കേരളത്തിന്റെ അടുത്തുള്ള രണ്ട് സംസ്ഥാനങ്ങൾ തമിഴ്നാടും കർണാടകവും. തമിഴ്നാട്ടിലേതാണ് ഭരതനാട്യമാണ്, മോഹിനിയാട്ടം ഭരതനാട്യം. ദെൻ കർണാടകത്തില് യക്ഷഗാനമാണ്. ആന്ധ്രാപ്രദേശിന്റേതാണ് എന്ത്, കുച്ചിപ്പുടി എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ മോഹിനിയാട്ടം എന്ന് പറയുന്നത് അപ്പൊ ഓരോ കലാരൂപത്തിനും ഓരോ രീതികളുണ്ട് അല്ലെ. ഓരോ കലാരൂപത്തിനും ഇപ്പൊ കഥകളി അവതരിപ്പിക്കുന്ന രീതിയിലാണോ മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്? അല്ല. അപ്പൊ മോഹിനിയാട്ടത്തിന്റെ ഒരു രീതി എന്ന് പറയുന്നത് ഒരു ലാസ്യഭാവമായിരിക്കും. സ്വഭാവമല്ല, സോറി, ഭാവം. മോഹിനിയാട്ടത്തിന്റെ ഭാവം എന്ന് പറയുന്നത് ഒരു ലാസ്യഭാവത്തിലാണ് മോഹിനിയാട്ടം അവതരിപ്പിക്കുന്നത്. ഓക്കെ. ദെൻ മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന രസം എന്ന് പറയുന്നത് ശൃംഗാരമാണ്. അടിസ്ഥാന രസം എന്ന് പറയുന്നത് ശൃംഗാരാണ്. അതായത് നവരസങ്ങൾ ഉണ്ട് അല്ലെ. 9 രസങ്ങളുണ്ട്, നവരസങ്ങൾ. അപ്പൊ അതില് മോഹിനിയാട്ടത്തിന്റെ രസം എന്ന് പറയുന്നത് ഏതാണ്? ശൃംഗാരം. ഏതൊക്കെയാണ് നവരസങ്ങൾ എന്ന് പറയുന്നത്? അത്ഭുതം, ബീഭത്സം, ഭയാനകം, ധീരം, രൗദ്രം, ശൃംഗാരം, ശാന്തം, ഹാസ്യം. ഇതൊക്കെ നവരസങ്ങളാണ്. അപ്പൊ ഇതില് ശൃംഗാരം എന്ന രസമാണ് ഏതിൻ്റെത്? മോഹിനിയാട്ടത്തിന്റെ അടിസ്ഥാന രസം എന്ന് പറയുന്നത്. ദെൻ ഇന്ത്യയിലെ നമ്മൾ പറഞ്ഞു മോഹിനിയാട്ടം എന്ന് പറയുന്നത് എന്താണ്? കേരള സംസ്ഥാനവുമായി ബന്ധപ്പെട്ട നൃത്തരൂപമാണെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇന്ത്യയിലെ ഒരു ക്ലാസിക്കൽ നൃത്തരൂപങ്ങളിൽ പെട്ട ഒന്നാണ് മോഹിനിയാട്ടം എന്ന് പറയുന്നത്. അതുപോലെ കേരളത്തിൽ നിന്നുള്ള ഒരു കലാരൂപമാണ്, കേരളത്തിൽ കൂടുതൽ പ്രചാരത്തിലുള്ള കലാരൂപമാണ്. കേരളത്തിലുള്ള 2 ക്ലാസിക്കൽ രൂപങ്ങളാണുള്ളത്. ഓക്കെ. കേരളത്തിൽ നിന്ന് പ്രധാനപ്പെട്ട ക്ലാസിക്കൽ നൃത്തരൂപങ്ങളുണ്ട്. ഒന്നെന്ത്? കഥകളിയും രൂപങ്ങളാണ്. കഥകളി, അപ്പോ അത് രണ്ടും പ്രത്യേകം പറയാൻ കാരണം കേന്ദ്ര സംഗീത നാടക അക്കാദമി, അതായത് ഇനി നമ്മൾ കുറച്ച് സ്ഥാപനങ്ങളെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് കലയുമായി ബന്ധപ്പെട്ട. കേന്ദ്ര സംഗീത നാടക അക്കാദമി ഉണ്ട്. അതായത് നമ്മുടെ ഇന്ത്യയിലെ സംഗീത നാടക കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാദമിയാണ് എന്ത്? കേന്ദ്ര സംഗീത നാടക അക്കാദമി. അപ്പൊ ഈ അക്കാദമി 8 കലാരൂപങ്ങളെ, ഇന്ത്യയിലുള്ള 8 കലാരൂപങ്ങൾക്ക് ക്ലാസിക്കൽ പദവി നൽകി അംഗീകരിച്ചു. ക്ലാസിക്കൽ പദവി അംഗീകരിച്ചത് 8 കലാരൂപങ്ങളാണ്. അതിൽ പെട്ട ആ 8 കലാരൂപങ്ങളാണ് എന്ത്? ഭരതനാട്യം, കഥകളി, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, മണിപ്പൂരി, ഒഡീസി, സാത്തിരിയ. ഓക്കെ. ഇതാണ് ആ 8 കലാരൂപങ്ങൾ. ഈ 8 കലാരൂപങ്ങൾക്ക് എന്ത് ചെയ്തു? കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി നൽകി അംഗീകരിച്ചു. ഓക്കെ. അപ്പൊ അതിൽ കേരളത്തിൽ നിന്നുള്ള ക്ലാസിക്കൽ കലാരൂപങ്ങൾ ഏതൊക്കെയാണ്? മോഹിനിയാട്ടവും അതുപോലെ കഥകളിയുമാണ്. ഭരതനാട്യം ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? തമിഴ്നാടിൻ്റെതാണ്. കുച്ചിപ്പുടി ആന്ധ്രാപ്രദേശിൻ്റെതാണെന്ന് നമ്മൾ പഠിച്ചു. അതുപോലെ ഒഡീസി എന്ന് പറയുന്നത് ഒഡീഷയിൽ നിന്നുള്ള ഒരു നൃത്ത കലാരൂപമാണ്. അതായത് ആ കലാരൂപത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു ചലിക്കുന്ന ശില്പം. ഒരു ശില്പം ചലിക്കും, അതിന് സംഗീതത്തിനനുസരിച്ച് ചലിക്കും. ആ ഒരു രീതിയിലുള്ള ഒരു കലയാണ് എന്ത്? ഒഡീസി എന്ന് പറയുന്നത്. ദെൻ സാത്തിരിയ എന്ന് പറയുന്നത് ആസാമിലുള്ള ഒരു കലാരൂപമാണ്. ഓക്കെ. ദെൻ ഒഡീസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരാളാണ് കേളു ശരൺ മഹാപാത്ര. ഏത് കലാരൂപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒഡീസി അല്ലെങ്കിൽ ചലിക്കുന്ന ശില്പം. അതാണ് ഒഡീസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഈ ഒരു കലാരൂപങ്ങളൊക്കെ എന്താണ്? കേന്ദ്ര സംഗീത നാടക അക്കാദമി ക്ലാസിക്കൽ പദവി നൽകി അംഗീകരിച്ചിട്ടുള്ള കലാരൂപങ്ങളാണ് ഇത്. ഓക്കെ. ദെൻ ചവിട്ട് നാടകമാണ് അടുത്ത ഒരു കലാരൂപം എന്ന് പറയുന്നത്. ചവിട്ട് നാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് പോർച്ചുഗൽ അല്ലെ. നമ്മൾ പറഞ്ഞു ഇന്ത്യയിലേക്ക് ആദ്യം വന്ന യൂറോപ്യൻ ശക്തികൾ ആരാണ്? പോർച്ചുഗീസുകാരാണ്. അപ്പൊ പോർച്ചുഗീസുകാർ അവരുടെ മതം എന്ന് പറയുന്നത് പ്രധാനമായിട്ടും
ക്രിസ്തു മതമായിരുന്നു. ഓക്കെ, അപ്പൊ ക്രിസ്ത്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുമായിട്ടൊക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള അവരുടെ കൾച്ചറുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്രിസ്ത്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമ്മൾ കഥകളിയിലും അല്ലെങ്കിൽ നൃത്തരൂപങ്ങളിലും ഒക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ എന്തിനാണ് പ്രാധാന്യം? ഹസ്തമുദ്രകൾക്കാണ്. അതായത് കൈകൾ ഉപയോഗിച്ചിട്ടുള്ള മുദ്രകളാണ് ചവിട്ടുനാടകത്തിലൊക്കെ കൂടുതൽ പ്രാധാന്യമുള്ളത്. ഇപ്പൊ പോർച്ചുഗൽക്കാര് അല്ലെങ്കിൽ ക്രിസ്ത്യൻസിന്റെ ആയിട്ടുള്ള അവരുമായിട്ട് അവരുടെ സംസ്കാരവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചവിട്ടുനാടകത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ ഹസ്തമുദ്രകൾക്കല്ല പ്രാധാന്യം. ഇവിടുത്തെ പ്രാധാന്യം എന്താണ്? ചവിട്ടിന് അല്ലെങ്കിൽ ചുവടുവെപ്പുകൾക്ക്, കാലിന്റെ ചുവടുവെപ്പുകൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന കലാരൂപമാണ് ചവിട്ട് നാടകം എന്ന് പറയുന്നത്. ഓക്കെ, നൃത്തത്തിനും കഥകളിക്കൊക്കെ എന്തിനാണ് പ്രാധാന്യം? ഹസ്തമുദ്രകൾക്കാണ് പ്രാധാന്യം. ഹസ്ത ലക്ഷണ ദീപിക. ഓക്കെ, അത് കഥകളിയുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്നതാണ് ഹസ്തലക്ഷണ ദീപിക എന്നൊക്കെ. അപ്പോ ക്രിസ്ത്യൻസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചവിട്ട് നാടകത്തിലെ ചുവടുവെപ്പിനാണ് പ്രാധാന്യം. ദെൻ കോട്ടയം ജില്ലയിൽ പ്രധാനപ്പെട്ട ഒരു നൃത്തരൂപം അല്ലെങ്കിൽ കലാരൂപമാണ് അർജുന നൃത്തം എന്ന് പറയുന്നത്. ഓക്കെ, അർജുന നൃത്തം എന്ന് പറയുന്നത് കോട്ടയം ജില്ലയിൽ പ്രധാനപ്പെട്ട കലാരൂപമാണ് ചവിട്ട് നാടകം. ദെൻ കോട്ടയം ജില്ലയിലുള്ള മറ്റൊരു നൃത്തരൂപമാണ് അർജുന നൃത്തം എന്ന് പറയുന്നത്. അർജുന നൃത്തം കോട്ടയം ജില്ലയിലും അതുപോലെ ആലപ്പുഴ ജില്ലയിലും ഒരുപോലെ നടത്തപ്പെടുന്ന ഒരു നൃത്തരൂപമാണ് അർജുന നൃത്തം എന്ന് പറയുന്നത്. അപ്പൊ ചവിട്ട് നാടകം കോട്ടയം ജില്ല, അർജുന നൃത്തം കോട്ടയവും ആലപ്പുഴയും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ചവിട്ട് നാടകത്തെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു പോയിന്റ് എന്ന് പറയുന്നത് ക്രിസ്ത്യൻ കൾച്ചർ റിലേറ്റഡ് ആണ്. അതുപോലെ ചുവടുവെപ്പുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം. ദെൻ പാവകളി, അടുത്ത ഒരു കലാരൂപമാണ് പാവകളി എന്ന് പറയുന്നത്. പാവകളി എന്ന് പറഞ്ഞാല് പാവകളിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ലോകത്ത് എല്ലായിടത്തും പ്രചാരമുള്ള ഒരു കലാരൂപം. അപ്പൊ നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞ കലാരൂപങ്ങളൊക്കെ ഒരു സ്പെസിഫിക് ഏരിയയിലാണ് അല്ലെ, ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രദേശത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കഥകളിയാണ്, കലാരൂപങ്ങളാണ്. പക്ഷെ പാവകളി എന്ന് പറയുന്നത് ലോകത്ത് എവിടെ ചെന്നാലും ആ പാവകളിയുടെ രീതികളിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും ലോകത്ത് എവിടെ ചെന്നാലും നമുക്ക് എന്ത് കാണാം? പാവകളി എന്ന കലാരൂപം കാണാം. ഓക്കെ, അപ്പൊ പാവക്കളിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ആളാണ് മൂഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്നത്. മൂഴിക്കൽ പങ്കജാക്ഷി, അദ്ദേഹത്തിന്റെ പാവകളിയുടെ രീതിയാണ് എന്ത്? നോക്കുവിദ്യ പാവകളി എന്ന് പറയുന്നത്. നോക്കുവിദ്യ പാവകളിയുടെ ആളാരാണ്? മൂഴിക്കൽ പങ്കജാക്ഷി. ദെൻ മൂഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്ന അദ്ദേഹം ഈ അടുത്ത് 2020 പത്മശ്രീ നേടിയിട്ടുള്ള ആളാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് കേട്ടോ. പാവകളിയുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ് മൂഴിക്കൽ പങ്കജാക്ഷി എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ഒരു കലാരൂപമാണ് പൊറോട്ട നാടകം എന്ന് പറയുന്നത്. പൊറോട്ട നാടകം ഹാസ്യമാണ് ഇതിന്റെ പ്രത്യേകത. പൊറോട്ട നാടകം പറയുന്നത് ഒരു ആക്ഷേപ രീതിയിൽ അല്ലെങ്കിൽ നമ്മളെ കൂട്ടൊക്കെ പറഞ്ഞ പോലെ തന്നെ ഹാസ്യം അല്ലെങ്കിൽ ആക്ഷേപ രീതിയിലുള്ള ഒരു കലാരൂപമാണ് പൊറോട്ട നാടകം എന്ന് പറയുന്നത്. പാലക്കാട് ജില്ലയിലാണ് പൊറോട്ട നാടകം പ്രസിദ്ധി ആർജിച്ചത്, അല്ലെങ്കിൽ പാലക്കാട് ജില്ലയിലാണ് ഇത് കൂടുതൽ പ്രചാരത്തിലുള്ളത്. ദെൻ കർണാടകത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു കർണാടകത്തിന്റെ ഒരു സംസ്ഥാന കല അല്ലെങ്കിൽ കർണാടക ജില്ലയിലുള്ള പ്രധാനപ്പെട്ട ഒരു കലയാണ് യക്ഷഗാനം എന്ന് പറയുന്നത്. അപ്പൊ അടുത്തത് യക്ഷഗാനത്തെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പൊ യക്ഷഗാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ദെൻ കേരളത്തിലെ യക്ഷഗാനം പ്രചാരത്തിലുള്ള ജില്ലയാണ് കാസർഗോഡ്. അതായത് കർണാടകത്തിലുള്ള ഒരു കലാരൂപമാണെന്ന് പറഞ്ഞു. അപ്പൊ കർണാടകത്തോട് അടുത്ത് കിടക്കുന്ന കേരളത്തിലെ ജില്ലയാണ് എന്ത്? കാസർഗോഡ് എന്ന് പറയുന്നത്. അപ്പൊ കാസർഗോഡ് ജില്ലയിലും എന്തുണ്ട്? യക്ഷഗാനം പ്രചാരത്തിലുണ്ട്. ഓക്കെ, ദെൻ കേരളത്തിലെ ആദ്യ ശില്പ നഗരം എന്നറിയപ്പെടുന്നത് കോഴിക്കോടാണ്. ഓക്കെ, കേരളത്തിൽ യക്ഷഗാനമുള്ള ജില്ല കാസർഗോഡാണ്. ശില്പനഗരം, ആദ്യ ശില്പനഗരം എവിടെയാണ്? കോഴിക്കോടാണ്. ദെൻ കേരളത്തിലെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിലെ പ്രതിമകളുടെ നഗരം എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരമാണ്. ഇതൊക്കെ കുറച്ച് ഇതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള കുറച്ച് ജിക്ക് ഇങ്ങനെ പറയാന്നുള്ളൂ കേട്ടോ. അപ്പൊ യക്ഷഗാനത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ യക്ഷഗാനം ഉള്ളത് കാസർഗോഡ്. ദെൻ കേരളത്തിലെ ആദ്യ ശില്പനഗരം കോഴിക്കോടാണ്. പ്രതിമകളുടെ നഗരം തിരുവനന്തപുരമാണ്. ദെൻ കേരളത്തിന്റെ ആയോധന കല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഈ കളരിപ്പയറ്റ്, കരാട്ടെ അങ്ങനത്തെ പോലുള്ള കലകളെയാണ് നമ്മൾ ആയോധന കലകൾ എന്ന് പറയും. ഓക്കെ, ദെൻ കേരളത്തിന്റെ ആയോധന കല എന്നറിയപ്പെടുന്ന കലയാണ് കളരിപ്പയറ്റ്. ഓക്കെ, ദെൻ അടുത്ത ഒരു കലയാണ് ഗദ്ദിക എന്ന് പറയുന്ന അടുത്തൊരു കലാരൂപമാണ് ഗദ്ദിക. അപ്പൊ ഗദ്ദികയുമായി ബന്ധപ്പെട്ട ആളാണ് ആര്? പി കെ കാളൻ. ഗദ്ദികയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആള് പി കെ
കാളൻ. ദെൻ ഗദ്ദിക എന്ന് പറയുന്ന കലാരൂപം എവിടെയാണുള്ളത്? വയനാട് ജില്ലയിലെ ആദിവാസി വിഭാഗം അടിയോരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആദിവാസി വിഭാഗത്തിനിടയിലുള്ള ഒരു തനത് അനുഷ്ഠാന കലയാണ് എന്ത്? ഗദ്ദിക എന്ന് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പൊ ഗദ്ദികയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഗദ്ദികയുടെ ഉപജ്ഞാത എന്നൊക്കെ പറയുന്ന ആളാണ് ആര്? PK കാളൻ. ഓക്കെ, PK കാളൻ. വയനാടിലെ ആദിവാസി വിഭാഗങ്ങൾക്കിടയിലുള്ള തനത് അനുഷ്ഠാന കലയാണ് ഗദ്ദിക. ദെൻ പട്ടികജാതി വിഭാഗം. ഓക്കെ, വയനാട്ടിലെ ഏറ്റവും കൂടുതലുള്ള പട്ടിക അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ള പട്ടികജാതി വിഭാഗം എന്ന് പറയുന്നത് പുലൈ വിഭാഗവും പട്ടികവർഗ വിഭാഗം എന്ന് പറയുന്നത് പണിയർ വിഭാഗവുമാണ്. അപ്പൊ അത് രണ്ടും ഓർത്തു വെക്കുക. പട്ടികജാതി വിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പുലൈ വിഭാഗം, പട്ടികവർഗ വിഭാഗത്തിൽ ഏറ്റവും കൂടുതലുള്ളത് പണിയർ വിഭാഗവുമാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. കുറച്ച് കാര്യങ്ങളും കൂടി ഇതുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. വാദ്യോപകരണങ്ങളെ കുറിച്ചൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ അത് കുറച്ച് സമയം എടുക്കും. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. അപ്പൊ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും ചർച്ച ചെയ്ത എന്തൊക്കെ കാര്യങ്ങളാണ്? കഥകളിയിലെ വേഷങ്ങളെ കുറിച്ച് പറഞ്ഞു. അപ്പൊ പ്രധാന വേഷങ്ങള് പച്ചവേഷം, കത്തിവേഷം, മെനുക്ക് വേഷം, താടി വേഷം, അതുപോലെ കരിവേഷം, ദെൻ പഴുപ്പ് വേഷം. ദെൻ കഥകളിയിലെ ചടങ്ങുകളെ കുറിച്ച് പറഞ്ഞു. കേളികൊട്ട്, അരങ്ങുകേളി, തോടയം, വന്ദന ശ്ലോകം, ദെൻ പുറപ്പാട്, മേളപ്പദം, കഥാരംഭം, തെനാശി. ദെൻ കഥകളിയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കഥകളി കലാകാരന്മാരെ കുറിച്ച് പറഞ്ഞു. കേരള നടനം ഉപജ്ഞാതാവ് ഗുരു ഗോപിനാഥാണ്. അഷ്ടപതിയാട്ടത്തെ കുറിച്ച് പറഞ്ഞു. ഗീതാ ഗോവിന്ദത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ സോപാന സംഗീതത്തെ കുറിച്ച് പറഞ്ഞു. ദെൻ കൂടിയാട്ടം എന്ന കലാരൂപത്തെ കുറിച്ച് പറഞ്ഞു. കൂത്തിനെ കുറിച്ച് പറഞ്ഞു. ദെൻ തുള്ളല്, കുഞ്ചൻ നമ്പ്യാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. കുഞ്ചൻ നമ്പ്യാരുടെ കുറച്ച് വരികളെ കുറിച്ച് പറഞ്ഞു. മോഹിനിയാട്ടത്തെ കുറിച്ച് പറഞ്ഞു. മോഹിനിയാട്ടം കേരളത്തിന്റെ കലാരൂപമാണ്. ദെൻ ഓരോ സംസ്ഥാനവുമായി ബന്ധപ്പെട്ട കലാരൂപങ്ങൾ ഏതൊക്കെയാണെന്ന് ഓർത്ത് വെക്കുക. ദെൻ ചവിട്ട് നാടകത്തെ കുറിച്ച് പറഞ്ഞു. പാവകളിയുമായി ബന്ധപ്പെട്ട ആളാണ് മൊഴിക്കൽ പങ്കജാക്ഷി എന്നറിയപ്പെടുന്ന ആള്. ദെൻ യക്ഷഗാനം കർണാടകത്തിന്റെ സംഗീതമാണ്. കേരളത്തിൽ കർണാടക ജില്ലയിലുണ്ട്. ദെൻ ഗദ്ദിക എന്ന് പറയുന്നത് വയനാട്ടിലെ അടിയൂരി എന്ന ആദിവാസി വിഭാഗത്തിന്റെ ഇടയിലുള്ള അനുഷ്ഠാന കലയാണ്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.